കർത്താവിന്റെ ധന്യവും പരിശുദ്ധവുമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. प्रभु का नाम आशीषित होने पाए. വളരെ സന്തോഷത്തോടെ ഇന്ന് നിങ്ങളുടെ മധ്യ ആയിരിക്കാൻ കഴിഞ്ഞതിന് ദൈവത്തിന് നന്ദി പറയുന്നു. बड़े आनंद के साथ में आपके बीच में आने का अवसर प्रभु ने मुझे दिया. मैं प्रभु को धन्यवाद देता ക്രിസ്തുവിൽ വളരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു കർത്താവിന്റെ ദാസനാണ് പാസ്റ്റർ കെ.ഒ. വർഗീസ് അവറുകൾ. और मसीह में मैं बहुत अधिक प्रेम करने वाला और सम्मान करने वाले प्रभु के दास है पास्टर के.ओ. वर्गीस. ചില വർഷങ്ങൾക്ക് മുൻപാണ് കർത്താവിന്റെ ദാസനെ പരിചയപ്പെടുവാൻ ഇടയായത്. कुछ सालों पहले प्रभु के दास से मेरा परिचय हुआ. പരിചയപ്പെട്ട അന്ന് മുതൽ വളരെ അടുത്തിടപഴകുവാനും ആത്മിക സ്നേഹബന്ധത്തിൽ നിലനിൽക്കുവാനും കർത്താവ് കൃപ ചെയ്തു. और जब से हमारी मुलाकात हुई तब से एक करीबी रिश्ते को बरकरार रखने के लिए प्रभु हमारी सहायता करता है. കഴിഞ്ഞ തവണ കർത്താവിന്റെ ദാസൻ പ്രിയ ആന്റിയും ഞങ്ങളുടെ കേരളത്തിൽ വന്നു. അന്ന് ഞങ്ങളുടെ പാഴ്സനേജിൽ വരുവാനും ഞങ്ങളോട് ഒരുമിച്ച് ചില മണിക്കൂറുകൾ ചിലവഴിക്കുവാനും ഇടയായി തീർന്നു. और पिछले साल जब वे केरल आए थे तो हमारे घर में आए थे और कुछ समय हमारे साथ बिताया था. പ്രത്യേകാൽ ഇവിടെയുള്ള ഈ പ്രവർത്തനങ്ങളെക്കുറിച്ചും സ്ഥാപനങ്ങളെക്കുറിച്ചും ഒക്കെ ഞങ്ങളോട് പറയാൻ ഇടയായി തീർന്നു. और विशेष करके यहाँ की सेवकाई के बारे में आपके बारे में प्रभु के दास ने हमें बताया था. എന്നാൽ കഴിഞ്ഞ ദിവസം ഞങ്ങൾക്ക് ഇവിടെ കടന്നു വന്ന് ഈ കാര്യങ്ങളൊക്കെ കാണുവാനും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുവാനും കർത്താവ് കൃപ ചെയ്തു. पिछले दिनों में यहाँ पर आने के लिए और आपसे मुलाकात करने के लिए और इन बातों को देखकर प्रभु की महिमा करने का अवसर प्रभु ने हमें दिया. പ്രത്യേകാൽ പ്രിയ പാസ്റ്റർ കഴിഞ്ഞ ചില നാളുകളായിട്ട് ശാരീരികമായിട്ട് ക്ലേശം അനുഭവിക്കുന്നു. ഞങ്ങൾക്കും ഓർത്ത് പ്രാർത്ഥിക്കുവാൻ കർത്താവ് കൃപ ചെയ്യുന്നു. और विशेष करके प्रभु के दास की तबीयत खराब है करके हमने सुना और तब से प्रार्थना करने के लिए प्रभु ने हमारी എത്രയും വേഗത്തിൽ ദൈവം ഒരു പൂർണ്ണ സൗഖ്യം നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. और हमारी ये प्रार्थना है कि प्रभु पूर्ण रीति से उन्हें चंगाई प्रदान करने पाए. പ്രത്യേകാൽ പ്രിയ സന്തോഷ് പാസ്റ്ററെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. और पास संतोष के लिए मैं प्रभु को धन्यवाद देता हूँ. 2009 ഞാൻ പഠിച്ച ഫെയ്ത്ത് തിയോളജിക്കൽ സെമിനാരി മണക്കാലിൽ നിന്ന് പ്രിയ പാസ്റ്റർ പാസ് ഔട്ടായി. और 2009 में पास संतोष ने जिस कॉलेज में मैंने पढ़ाई की वहाँ से उन्होंने पढ़ाई पूरी करके वे निकले. 2010 മുതൽ എനിക്കും അവിടെ പഠിക്കുവാൻ കർത്താവ് അവസരം തന്നു. 2010 में मैंने वहाँ पे प्रवेश किया और मैंने वहाँ पर पढ़ाई की. പ്രിയ പാസ്റ്ററിന്റെ വൈഫ് പ്രിയ ബ്ലസ്സി ആന്റിയും ആ സ്ഥാപനത്തിൽ പഠിച്ച് ഇറങ്ങുവാൻ ഇടയായി തീർന്നല്ലോ. और सिस्टर ब्लेसी ने भी वहीं पे पढ़ाई की है. അങ്ങനെ മണക്കാല സെമിനാരിയിലെ പൂർവ്വ വിദ്യാർത്ഥികൾ എന്ന നിലയിൽ ഞങ്ങൾക്ക് ഇന്ന് ഒരുമിച്ച് ഒരേ വേദിയിൽ നിൽക്കാൻ കർത്താവ് ഒരുക്കിയ അവസരത്തിനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. और एक ही कॉलेज के विद्यार्थी होने के नाते ये भी मेरे जीवन में एक सौभाग्य है कि हम मिलकर एक मंच पर प्रभु की सेवा कर पा रहे हैं. ഞങ്ങൾ കഴിഞ്ഞ 7-ാം തീയതി മുതൽ യാത്രയിലാണ്. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ വിവിധ പട്ടണങ്ങളിൽ വിവിധ സഭകളിലൊക്കെ കടന്നു പോകാനും ദൈവമക്കളോട് ഒരുമിച്ച് ആയിരിക്കാനും ആത്മീക ശുശ്രൂഷകളിൽ പങ്കാളിത്തം വഹിക്കുവാനും ഒക്കെ കർത്താവ് ഞങ്ങൾ കൃപ തന്നു. और पिछले 7 तारीख से भारत के अलग अलग जगहों में जाकर वहाँ के सेवकों से मिलने के लिए और वहाँ के लोगों के साथ में मिलकर प्रार्थना करने के लिए प्रभु हमें अवसरों को दे रहा है. എൻ്റെ വൈഫ് പ്രിൻസി നിങ്ങളുടെ മധ്യ സാക്ഷ്യം പറഞ്ഞല്ലോ. ഞാനും എൻ്റെ വൈഫും ഞങ്ങൾ ഒരുമിച്ച് ആണ് യാത്രയിലായിരിക്കുന്നത്. और मैं और मेरी पत्नी प्रिंसी हम मिलकर पिछले दिनों से सफर में हैं. ദൈവം അനുവദിച്ചാൽ ഇന്ന് രാത്രിയിൽ ഞങ്ങൾ കേരളത്തിലേക്ക് മടങ്ങിപ്പോകും. और प्रभु सहायता करेगा तो आज रात को हम वापस केरल की ओर जा रहे हैं. ഓർക്കുമ്പോൾ ഞങ്ങളെയും പ്രാർത്ഥനയിൽ വഹിക്കുക. हमें भी आपकी प्रार्थनाओं में याद रखें. തീർച്ചയായിട്ടും രാജസ്ഥാനിൽ ദുംഗൽപൂരിലുള്ള ഈ പ്രവർത്തനങ്ങളെ ഓർത്ത് സ്ഥാപനങ്ങളെ ഓർത്ത് ഞങ്ങളും പ്രാർത്ഥിക്കും. और निश्चय राजस्थान के लिए डूंगरपुर के लिए आपके लिए हम प्रार्थना करते हैं. കഴിഞ്ഞ 4 വർഷങ്ങൾ പിന്നിട്ട ഒരു സൂം കൂട്ടായ്മയുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾക്ക് ഇവിടെ വരാൻ കർത്താവ് അവസരം ഒരുക്കിയത്. और पिछले 4 सालों से जूम के माध्यम से हमारा आपस में संबंध हुआ, आपस में जुड़ना हुआ और उसी के कारण आज मैं व्यक्तिगत रीति से यहाँ पर आ पाया हूँ. ആ മീറ്റിംഗിൽ നമ്മുടെ പ്രിയ കെ.ഒ. വർഗീസ് പാസ്റ്റർ പങ്കെടുക്കുന്നു. ഞങ്ങൾക്കത് വളരെ സന്തോഷമാണ്. और उन सभाओं में प्रभु के दास नियमित रीति से भाग लेते हैं और वो हमारे लिए आनंद का कारण है. അതിൻ്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് അനേകം ആളുകൾ പരിചയപ്പെടുവാനും ആത്മീക ബന്ധം ഞങ്ങൾക്ക് സ്ഥാപിക്കുവാനും കർത്താവ് കൃപ ചെയ്തിട്ടുണ്ട്. और उसके द्वारा कई नए लोगों से मुलाकात करने के लिए कईयों के साथ में एक आत्मिक रिश्ते को कायम करने के लिए प्रभु ने हमारी सहायता की. ഞങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുക. हमारे लिए भी आप प्रार्थना करना. വിശേഷാൽ ഈ പ്രാർത്ഥനയുടെ ആരാധനയുടെ പ്രാരംഭ സമയം മുതൽ നമുക്ക് ദൈവസാന്നിധ്യം അനുഭവിക്കാൻ കർത്താവ് കൃപ ചെയ്തല്ലോ. और आज प्रभु की उपस्थिति में हम आरंभ से हम यहाँ पर പ്രിയ അങ്കിളിലൂടെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ആരാധന ദൈവം നമുക്ക് തന്നു. और प्रभु के दास डॉक्टर गौरव के द्वारा एक आशीषित आराधना में हमने भाग लिया. നല്ല സാക്ഷ്യങ്ങളെ കേൾക്കുവാൻ കർത്താവ് കൃപ ചെയ്തു. अच्छी गवाहियों को हम सुन पाए. വിവിധ വിഷയങ്ങളെ ഓർത്ത് പ്രാർത്ഥിപ്പാൻ കർത്താവ് കൃപ ചെയ്തു. विभिन्न विषयों के लिए प्रार्थना करने के लिए प्रभु ने കർത്താവിന്റെ ദാസനിലൂടെ നല്ല വചന സന്ദേശം നമുക്ക് ലഭിച്ചു. प्रभु के दास के द्वारा भी आपने एक संदेश सुना. തുടർന്ന് അല്പസമയങ്ങൾ കൂടി നാം ദൈവവചനത്തിന് മുമ്പാകെ ആയിരിക്കാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. कुछ समय और मैं चाहूंगा आपका ध्यान में प्रभु के वचन की ओर ले जाऊं. ഒരു തിരുവചന ഭാഗത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു. आपका ध्यान में ले जाना चाहूंगा. മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 46 മുതൽ 52 വരെയുള്ള ഒരു ഭാഗമാണ് ഇന്ന് എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ളത്. मरकुस रचित सुसमाचार उसका 10वां अध्याय उसका 46 से लेकर
48 तक का पद। നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഭാഗമാണ് ഇവിടെ വായിച്ച് കേൾക്കാൻ പോകുന്നത്. और ये पदभाग हम में से अधिकांश लोगों ने सुना होगा. നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് ബർത്തിമായി എന്ന് പറയുന്നത്. और बर्तिमाई नाम के इस व्यक्ति के बारे में हमने कई बार सुना है. ബർത്തിമായിയുടെ ജീവിതത്തിൽ കർത്താവ് നൽകിയ സൗഖ്യം അതാണ് ഈ ഭാഗത്ത് പ്രതിപാദിച്ചിരിക്കുന്നത്. और अंधा बर्तिमाई उसके जीवन में प्रभु की चंगाई जो प्रकट हुई उसके बारे में यहाँ पे लिखा ആ है. ഭാഗങ്ങൾ പിന്നീട് നമുക്ക് വായിക്കാം. हम उस पदभागों को बाद में पढ़ेंगे. മനുഷ്യ ജീവിതം എന്ന് പറയുന്നത് കഷ്ടതകൾ നിറഞ്ഞതാണ്. मनुष्य जीवन क्लेश से भरा हुआ जीवन है. എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ കഷ്ടതകളുണ്ട്. हम सबके जीवन में एक नहीं तो दूसरी तरह से क्लेश है, समस्याएं हैं. കഷ്ടതകളില്ലാത്തവരായിട്ട് ആരും ഇന്ന് ഈ ഭൂമിയിലില്ല. ऐसा कोई भी व्यक्ति नहीं होगा जिसके जीवन में कोई क्लेश नहीं हो. കഷ്ടതകളിൽ വ്യത്യാസമുണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. हाँ, ये बात अलग है कि हर व्यक्ति का क्लेश, हर व्यक्ति की समस्या अलग अलग प्रकार की हो. എന്റെ ജീവിതത്തിലുള്ള കഷ്ടതയല്ല നിങ്ങളുടെ ജീവിതത്തിലുള്ളത്. मेरे जीवन का क्लेश नहीं होगा आपके जीवन का. നിങ്ങളുടെ ജീവിതത്തിലുള്ള കഷ്ടതയല്ല എന്റെ ജീവിതത്തിലുള്ളത്. आपके जीवन का क्लेश अलग है, मेरे जीवन का क्लेश अलग है. എല്ലാവരുടെയും ജീവിതത്തിൽ വ്യത്യസ്തമായ നിലകളിലുള്ള കഷ്ടതകളുണ്ട്. हम सबके जीवन में अलग अलग रीति से क्लेश है. യേശുക്രിസ്തു തന്റെ സന്ദേശത്തിൽ ഇപ്രകാരം പറഞ്ഞു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ. प्रभु यीशु मसीह ने हमें सिखाया कि संसार में तुम्हें क्लेश है, लेकिन तुम्हें हिम्मत बांधना है, हियाव बांधना है. അതിന്റെ അർത്ഥം നമ്മൾ യേശുവിലേക്ക് വന്നുവെങ്കിലും കഷ്ടതയില്ലാത്ത ഒരു ജീവിതമല്ല യേശു നമുക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്നത്. उसका अर्थ यह है कि हाँ, हमने यीशु को अपना जीवन सौंप दिया. इसका अर्थ यह नहीं है कि कभी क्लेश नहीं आएगा, समस्याएं नहीं आएगी. യേശുക്രിസ്തു ശിഷ്യന്മാരോട് സംസാരിക്കുമ്പോൾ യേശുവിനറിയാം ഇനിയുള്ള നാളുകളിൽ വരാൻ പോകുന്നത് പീഡനങ്ങളും പ്രതികൂലങ്ങളും കഷ്ടതകളുമാണെന്ന് നന്നായിട്ട് അറിയാം. അങ്ങനെയാണ് യേശുക്രിസ്തു അവരോട് സംസാരിക്കാനിടയായത്. और प्रभु यीशु मसीह जब चेलों से बातचीत कर रहे थे, यीशु को मालूम था आने वाले समयों में क्लेशपूर्ण परिस्थितियां आएगी, सताव आएगा, विपरीत माहौल आएगा, और उसके बीच में कैसे खड़ा रहना है वो यीशु ने चेलों को सिखाया. അതുകൊണ്ടാണ് യേശു അവരോട് പറഞ്ഞത്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കണം, എന്നിലും വിശ്വസിക്കണം. और इसीलिए यीशु मसीह ने कहा, तुम्हारा मन व्याकुल न होने पाए, तुम्हें परमेश्वर पर विश्वास करना है और मुझ पर भी विश्वास करना है. കർത്താവ് അതിൽ അർത്ഥമാക്കിയത് ഇതാണ്, എത്ര പ്രതിസന്ധികൾ വന്നാലും ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തത്തിൽ നിന്ന് നിങ്ങൾ വ്യതിചലിക്കരുത്. और कहने का तात्पर्य है कि चाहे कितना भी विपरीत परिस्थितियां क्यों ना आ जाए, जो कार्य मैंने तुम्हें सौंपा है उस कार्य को तुम्हें छोड़ना नहीं है. ആ സത്യവിശ്വാസത്തിൽ ഉറച്ചു നിന്ന് കർത്താവിന്റെ പ്രവൃത്തി ചെയ്യണമെന്ന് യേശു ക്രിസ്തു ശിഷ്യന്മാരെ കുറിച്ച് ആഗ്രഹിച്ചു. और यीशु ने चाहा कि विपरीत परिस्थितियों के बीच में भी चेले सच्चाई के साथ में जो सेवा उन्हें सौंपी गई है उस सेवा को वे पूरा करें. അതുകൊണ്ടാണ് യേശു കർത്താവ് അവരെ പ്രോത്സാഹിപ്പിക്കുകയും അവരെ ധൈര്യപ്പെടുത്തുകയും ചെയ്തത്. और इसीलिए यीशु मसीह ने उन्हें प्रोत्साहित किया और उनकी हिम्मत को बढ़ाया. യേശു ക്രിസ്തു പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനമുണ്ട്. यीशु ने कहा, तुम्हें शांति है, എന്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചാ പോകുന്നത്. मेरी शांति में तुम्हें देकर जाता അത് हूं. പ്രതിസന്ധികളുടെ മധ്യേ നിലനിൽക്കുന്ന സമാധാനമാണ്. क्लेशों के मध्य में तुम्हें दृढ़ रखने वाली है वो അതുകൊണ്ട് शांति. അർത്ഥമാക്കുന്നത് നിങ്ങൾക്ക് പ്രശ്നമുണ്ടേലും പ്രതികൂലമുണ്ടേലും അന്തിമ ജയം നിങ്ങൾക്കാണെന്ന് യേശു ക്രിസ്തു വളരെ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു. उसका अर्थ क्या है? जीवन में चुनौतियां है, जीवन में समस्या है, जीवन में क्लेश है, लेकिन अंत में विजय परमेश्वर हमें ही प्रदान करे. ഹല്ലേലൂയ. हालेलुया. ഇന്ന് പകലിൽ പ്രശ്നങ്ങളിൽ കൂടെ പ്രതിസന്ധിയിൽ കൂടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരെ, എനിക്ക് നിങ്ങളെ പ്രബോധിപ്പിക്കാനുള്ളത്, യേശുവിൽ കൂടെ നിങ്ങൾക്ക് അന്തിമ ജയമുണ്ട്. आज मैं आपसे कहना चाहूंगा, हो सकता है आपके जीवन में क्लेशों से गुजर रहे होंगे, समस्याओं से गुजर रहे होंगे, आप चुनौतियों से गुजर रहे होंगे, लेकिन यीशु मसीह में अंत में विजय आप ही की है. വചനം പറയുന്നു, നൊടി നേരത്തേക്കുള്ള ലഘുവായ സങ്കടം അനവധി തേജസ്സിലേക്ക് നമ്മെ നയിക്കുന്ന ഒന്നാണ്. और वचन में बात है कि ये पल भर का क्लेश है जो क्षण भर में हमें क्या कर देगा, एक तेजोमय महिमा के अंदर हमें प्रवेश कराएगा. പൗലോസ് ശ്ലീഹായും പറഞ്ഞ അത് തന്നെയാണ്, ഇങ്ങനെ നിങ്ങൾ അനേകം കഷ്ടങ്ങളിൽ കൂടെ കടന്നു പോകണം. എന്തിനാ? നിങ്ങൾ വിശ്വാസത്തിൽ നിലനിൽക്കേണ്ടതിന് വേണ്ടി. और पौलुस ने कहा, इसी रीति से तुम्हें कई क्लेशों से होकर गुजरना होगा ताकि तुम विश्वास में दृढ़ बने रह सको. അങ്ങനെ പറഞ്ഞ ശിഷ്യന്മാരുടെ മനസ്സ് ഉറപ്പിച്ചതായി നമുക്ക് വായിക്കാൻ और കഴിയുന്നുണ്ട്. ऐसा बोल बोल के यीशु मसीह ने चेलों के मन को दृढ़ किया. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം ഞാൻ പറയാം, ഈ കാലഘട്ടം നമുക്ക് ഒരിക്കലും യോഗ്യമല്ല. और मैं आपसे कहना चाहूंगा, वर्तमान परिस्थितियां हमारे अनुकूल नहीं रहेगी. പ്രശ്നങ്ങൾ വർദ്ധിക്കാൻ പോകുകയാ, समस्याएं बढ़ेगी, പ്രതികൂലങ്ങൾ വർദ്ധിക്കാൻ പോകുകയാ, चुनौतियां बढ़ेगी, ഭരണങ്ങൾ മാറി മാറി വരാൻ പോകുകയാണ്. अलग अलग
बातें या अलग अलग प्रभुताएं हमारे चारों ओर ഇവിടെ आएंगी। ആര് ഭരിച്ചാലും ദൈവമക്കൾക്ക് ഒരിക്കലും അനുകൂലമാകുമെന്ന് പ്രതീക്ഷിക്കരുത്. आप ये मत सोचना कि कोई ये दल आ जाएगा या वो दल आ जाएगा वो आपके अनुकूल होगा, ऐसी गलतफहमी में मत रहना। എന്നാൽ ദൈവമക്കളായി നമുക്കൊരു പ്രത്യാശയുണ്ട്, നമ്മുടെ കർത്താവ് വേഗം മടങ്ങി വരും. मेरी और आपकी शांति का मूल उद्देश्य है हमारा यीशु दोबारा आने वाला है। കഷ്ടമില്ലാത്ത, ദുഃഖമില്ലാത്ത, പ്രയാസമില്ലാത്ത, പ്രതിസന്ധികളില്ലാത്ത ഒരു ദേശത്തേക്ക് നമ്മെ കൊണ്ടുപോകാൻ എന്റെ യേശു വേഗം മടങ്ങി और വരും. मेरा यीशु आएगा और मुझे एक ऐसे देश में ले जाएगा जहां पर क्लेश नहीं है, जहां पर आंसू नहीं है, जहां पर दुख नहीं है। എന്നാൽ ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുന്ന കാലം അതത്രയും നമ്മൾ യേശു ക്രിസ്തുവിനോട് ചേർന്ന് ജീവിക്കാൻ നമുക്ക് കഴിയണം. लेकिन इस संसार में जब हम जीवन यापन करते हैं हमें यीशु के साथ में उसकी करीबी में जीवन यापन करना है। വചനം എങ്ങനെ പറയുന്നു? ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ നമ്മൾ ഉപയോഗിക്കണം. और वचन लिखा है कि समय बुरे हैं इसलिए अवसर को बहुमूल्य जानकर हमें इस्तेमाल करना है। എന്താ സമയം തക്കത്തിൽ ഉപയോഗിക്കാൻ പറയാൻ കാരണം? क्यों लिखा है कि अवसर को बहुमूल्य जानना है? നമ്മൾ വിശ്വസിച്ച നാളിനേക്കാൾ രക്ഷ വളരെ വേഗം അടുത്തിരിക്കുകയാണ്. क्योंकि हमारे विश्वास करने के दिन से लेकर उद्धार का दिन बहुत निकट आ चुका है। അടുത്ത സമയങ്ങളിൽ നമുക്ക് ഇങ്ങനെ ആരാധന സ്വാതന്ത്ര്യം ലഭിക്കുമോ നമുക്ക് അറിയത്തില്ല. हमें नहीं मालूम आने वाले समयों में इस प्रकार से हम खुलकर आराधना നമുക്ക് कर ഒരുമിച്ച് सकें। കൂടാൻ കഴിയുമോ എന്ന് അറിയത്തില്ല. हम मिल पाएंगे नहीं मिल पाएंगे हमें नहीं मालूम। ഒരുപക്ഷെ നിയമങ്ങൾ മാറ്റി എഴുതപ്പെടാൻ സാധ്യതയുണ്ട്. नियम में बदलाव आ सकता है। എന്തു തന്നെ സംഭവിച്ചാലും चाहे कुछ भी क्यों न हो जाए നമ്മുടെ വിശ്വാസം വിട്ട് നാം പോകരുത്. हमें विश्वास में दृढ़ता के साथ में बने रहना നമ്മൾ है। യേശു ക്രിസ്തുവിൽ അടിയുറച്ച് हमें വിശ്വസിക്കാനിടയാകണം. यीशु मसीह पर हमारा विश्वास मजबूत करना ഈ है। ലോകത്തിൽ നമുക്ക് വലിയ പ്രതീക്ഷയൊന്നും അർപ്പിക്കാനില്ല. इस संसार में आशा रखने के लिए अब कुछ ज्यादा बचा नहीं है, എന്നാൽ വരുവാനുള്ള ലോകത്തിൽ നമുക്ക് പ്രത്യാശയ്ക്ക് വകയുണ്ട്. लेकिन आने वाले संसार में मेरे लिए और आपके लिए एक आशा है। അതുകൊണ്ട് ലഭ്യമാകുന്ന സമയങ്ങൾ നാം ദൈവത്തോട് അധികം അടുത്തിരിപ്പാനും പ്രാർത്ഥനയിലും ആരാധനയിലും ദൈവ വചനത്തോടുള്ള ബന്ധത്തിലും ആത്മിക ശുശ്രൂഷയിലും നമുക്ക് ഉത്സാഹത്തോടെ പങ്കെടുക്കാനായിട്ട് കർത്താവ് നമ്മെ इसलिए സഹായിക്കട്ടെ. जो समय हमें मिलता है, जो अवसर हमें मिलता है, उन समयों को, उन अवसरों को प्रभु की उपस्थिति में, प्रभु की इच्छा की पूर्ति के लिए हमें इस्तेमाल में लेना है। നമ്മൾ ആരെയും നോക്കണ്ട, നമ്മുടെ കർത്താവിനെ നോക്കിയാൽ മതി. हमें किसी और व्यक्ति को नहीं देखना है, हमारी आंखें यीशु मसीह पर केंद्रित होना। നമ്മെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. जिसने हमें बुलाया वो परमेश्वर विश्वास योग्य है। അന്ത്യത്തോളം നടത്തുവാൻ നമ്മുടെ കർത്താവ് ശക്തനാണ്. अंत तक वो हमें लिए चलने के लिए वो सामर्थी है। പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും നൽകി തരും. प्रियो, हमारे प्रभु ने जो कुछ हमें चाहिए वे सारी बातें उसने हमें प्रदान की। നമ്മുടെ ജീവിതത്തിന്റെ ഏത് ആവശ്യങ്ങൾക്കും എന്റെ യേശു മതിയായവനാണ്. हमारे जीवन की जैसी भी आवश्यकता क्यों न है, उन आवश्यकताओं के लिए यीशु मसीह पर्याप्त है। സൗഖ്യമില്ലാതെ ഭാരപ്പെടുന്ന വ്യക്തികളാണോ നിലവിളിച്ചാൽ സൗഖ്യം കർത്താവ് നൽകി തരും. यदि आप बीमारी में परेशान है, आप पुकारेंगे प्रभु आपको चंगा करेगा। ഞെരുക്കത്തിന് നടുവിൽ ദൈവത്തോട് വിളിച്ചാൽ കർത്താവ് നമുക്ക് വിശാലത തരും. आप आर्थिक तंगी में है, आप प्रार्थना करें प्रभु आपके लिए रास्तों को खोलेगा। കഷ്ടതയുടെ നടുവിൽ ദൈവത്തോട് വിളിച്ചാൽ അവൻ നമുക്ക് ആശ്വാസം തരും. आपके क्लेशों के बीच में आप उसको पुकारोगे, वो आपको तसल्ली प्रदान करेगा। അങ്ങനെ വചനം പറയുന്നു, അവൻ നിങ്ങൾക്കായി കരുതുന്നാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേലിട്ട് और കൊള്ളുവീൻ. वचन में कहता है कि उसी को तुम्हारा ध्यान है, इसलिए तुम्हारी सारी चिंताओं को उसके हाथ में सौंप दो। നമ്മുടെ ഭാരങ്ങളെ ചുമക്കുവാൻ എന്റെ കർത്താവ് മതിയായവനാണ്. हमारे बोझ को लेने के लिए हमारा परमेश्वर सामर्थ्य है, पर्याप्त है। ദാവീദ് എന്ന് പറയുന്ന വ്യക്തിയെ നമുക്കറിയാം. हम दाऊद के बारे में जानते हैं। 30-ാം സങ്കീർത്തനത്തിന്റെ 2-ാമത്തെ വാക്യത്തിൽ ദാവീദ് ഇങ്ങനെ പറയുന്നു, भजन 30 उसके दूसरे पद में दाऊद ने इस प्रकार से कहा, എന്റെ ദൈവമായ യഹോവേ, ഞാൻ നിന്നോട് നിലവിളിച്ചു, നീ എന്നെ സൗഖ്യമാക്കുകയും ചെയ്തു. हे परमेश्वर, मैंने तेरे नाम की दुहाई दी और तूने मुझे चंगा അപ്പൊ किया। ദൈവത്തോട് നിലവിളിച്ച ദാവീദിനെ ദൈവം സൗഖ്യമാക്കി. और जिस दाऊद ने प्रभु की दुहाई दी उस दाऊद को प्रभु ने चंगा किया। അപ്പൊ ദൈവത്തിന്റെ പക്കൽ നമുക്ക് വേണ്ടുന്ന സൗഖ്യമുണ്ട്. तो कहने का तात्पर्य प्रभु के पास में हमारी चंगाई है। ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന നിലവിളിക്കുന്ന നമ്മെ സൗഖ്യമാക്കാൻ ദൈവം और വിശ്വസ്തനാണ്. यदि मैं और आप दुहाई देंगे, प्रार्थना करेंगे, वो हमें चंगा करने के लिए विश्वास योग्य है। ഇന്ന് പകലിലും ഇതിനകത്ത് ദൈവിക സൗഖ്യം വ്യാപരിക്കുന്നുണ്ട്. आज सुबह के समय यहाँ पर ईश्वरीय चंगाई उपलब्ध है। ആരുടെ മേലാണ് സൗഖ്യം വ്യാപരിക്കുന്നത്? किस पर वो चंगाई प्रकट होगी? വിശ്വസിക്കുന്നവരുടെ മേൽ സൗഖ്യം വ്യാപരിക്കും. विश्वास करने वालों के ऊपर वो चंगाई प्रकट होगी। വിശ്വസിക്കുന്നവരുടെ മേൽ ദൈവത്തിന്റെ സൗഖ്യം വെളിപ്പെടും. विश्वास करने वालों के ऊपर परमेश्वर की चंगाई प्रकट होगी। എനിക്കൊരു സൗഖ്യം വേണമെന്ന് ആഗ്രഹിക്കുന്നവരിനകത്തുണ്ടോ?
यदि हमारे अंदर इच्छा है कि प्रभु मुझे एक चंगाई चाहिए, ദൈവത്തിന്റെ വചനം പറയുന്നു വചനം അയച്ച് യേശു നിങ്ങളെ സൗഖ്യമാക്കും. और वचन में हम देखते हैं कि वचन को भेजकर यीशु मसीह हमें चंगा करेगा. വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്ക് വേണ്ടിയും യേശു ഇന്ന് പകൽ ഇറങ്ങി വരും. और जब हम दोहाई देंगे हमारे लिए वो उत्तर आएगा. 145 സംഗീതത്തിൽ ദാവീദ് പറയുന്നുണ്ട്, 18ാമത്തെ വാക്യം പറയുന്നു, യഹോവ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സമീപസ്ഥനാകുന്നു. भजन 145:18 के अंदर लिखा है कि जो कोई उसकी दुहाई देते हैं उसके वो अति निकट आकर उसकी मदद वो करता है. ദാവീദ് ദൈവത്തെ വിളിച്ചപേക്ഷിച്ചു, ദൈവം അവനെ സൗഖ്യമാക്കി. दाऊद ने प्रभु को पुकारा और प्रभु ने उसको चंगा किया. അങ്ങനെ യേശുക്രിസ്തുവിന്റെ ഐഹിക ജീവകാലത്തും ഒട്ടനവധി ആളുകൾ യേശുവിനെ വിളിച്ചപേക്ഷിച്ചിട്ടുണ്ട്. और प्रभु यीशु मसीह के सांसारिक जीवन के समयों में कईयों ने यीशु को पुकारा. അങ്ങനെ നടന്ന ഒരു അത്ഭുതമാണ് നമ്മുടെ വായിച്ച് കേൾക്കാൻ और ഇടയായത്. जो पद हम यहाँ पर देख रहे हैं वह भी वैसा ही एक चमत्कार की बात है. മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 46 മുതലുള്ള വാക്യമാണല്ലോ നമ്മൾ ധ്യാനത്തിനായി എടുത്തിരിക്കുന്നത്. मरकुस 10वां अध्याय उसका 46वें पद से लेकर ഇവിടെ ബർത്തിമായിയുടെ ജീവിതത്തിൽ അവന് കാഴ്ചയില്ല, അവൻ അന്ധനായിരുന്നു. यहाँ पर हम देखते हैं कि एक व्यक्ति जिसका नाम बर्तिमाई है वह अंधा है. എത്ര നാളുകളായി അവൻ അന്ധനായിരുന്നു എന്ന് എനിക്കറിയത്തില്ല. അവന് കാഴ്ചയിലായിരുന്നു. और हमें ये नहीं मालूम कि कितने साल हो गए, लेकिन जो हम पा रहे हैं कि वो अंधा व्यक्ति उसे दिखाई नहीं देता था. പക്ഷേ അവന് ഭിക്ഷ യാചിക്കാൻ വേണ്ടി പലയിടത്തും അവൻ പോയി ഇരിക്കാറുണ്ട്. और वह सड़क के किनारे बैठकर भीख मांगा करता था. എന്നാൽ ഇവന്റെ ജീവിതത്തിൽ യേശു ക്രിസ്തുവിൽ കൂടെ അത്ഭുതകരമായ ഒരു സൗഖ്യം അവന് ലഭിച്ചു. यीशु मसीह के द्वारा एक बड़ी चंगाई उसको मिली. ഈ സൗഖ്യത്തിന്റെ ഒരു പ്രത്യേകത എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, ഇത് ബർത്തിമായി ചിന്തിച്ച സമയത്തല്ല അവന്റെ മേൽ സൗഖ്യം വെളിപ്പെട്ടത്. और इस चंगाई की विशेषता क्या है? ये चंगाई उस समय उसे नहीं मिली जब बर्तिमाई सोच रहा ഒരു था. അപ്രതീക്ഷിതമായ ഒരു സൗഖ്യമായിരുന്നു അവന്റെ മേൽ വെളിപ്പെട്ടത്. और उसके जीवन में मानो वो स्वयं आश्चर्यचकित हो गया. उसे स्वयं को अचंभित करने वाली एक चंगाई उसके जीवन में प्रकट हुई. ഞാൻ ഇങ്ങനെ ഒരു കാര്യം പറയാം, നമ്മുടെ സമയത്തല്ല ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നത്. प्रियो, हमें ये समझना है हमारा समय और प्रभु का समय इसमें अंतर होता है. आपके समय पर जरूरी नहीं है कि प्रभु का कार्य उस समय प्रकट हो. ദൈവത്തിന് പ്രവർത്തിപ്പാൻ ഒരു സമയമുണ്ട്. परमेश्वर का कार्य करने का एक समय है. ദൈവത്തിന് പ്രവർത്തിപ്പാൻ നമ്മുടെ മേൽ ഒരു സമയത്തെ കർത്താവ് ആക്കി मेरे और വെച്ചിട്ടുണ്ട്. आपके जीवन पर प्रभु ने एक समय ठहराया है उसका कार्य प्रकट होने के लिए. നാം അടുത്തു പോകാതെ പ്രാർത്ഥിപ്പാൻ തയ്യാറാണെങ്കിൽ, നിലവിളിപ്പാൻ തയ്യാറാണെങ്കിൽ, ദൈവം തക്ക സമയത്ത് നമുക്ക് വേണ്ടി തന്റെ വിടുതൽ यदि അയക്കും. बिना थके हम प्रार्थना करने के लिए तैयार है तो उचित समय पर परमेश्वर का छुटकारा हमारे जीवन में प्रकट होगा. വചനം എങ്ങനെ പറയുന്നു? അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങൾ ഉയർത്തേണ്ടതിന് ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴെ താണിരിക്കണം. और वचन में हम देखते हैं उचित समय पर वह हमें उठाने के लिए परमेश्वर के बलवंत हाथ के नीचे दीनता से हमें बने रहना. തക്ക സമയം എന്നുള്ള പദം നമ്മൾ ശ്രദ്ധിക്കണം. उचित समय वो हमें ध्यान देना है. ഈ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ സെക്കര്യാവ് എലിസബത്ത് എന്ന് പറയുന്ന ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ്, ഒരു ഭാര്യ ഭർത്താവ് നമുക്ക് ഇവിടെ കാണാൻ കഴിയും. और लूका रचित सुसमाचार में हम जकरिया और इलीशिबा के बारे में देखते അവർ हैं. കർത്താവിന്റെ വേല ചെയ്യുന്ന ഒരു കുടുംബമായിരുന്നു. और वे प्रभु की सेवा करने वाला एक परिवार था. ഒത്തിരി ആളുകൾക്ക് വേണ്ടി അവർ പ്രാർത്ഥിച്ചിരുന്നു. कईयों के लिए उन्होंने प्रार्थना की. അവരുടെ അടുക്കൽ പ്രാർത്ഥിക്കാൻ വന്ന സകല ആളുകളും വിടുതൽ പ്രാപിച്ചു. और जितने लोग उनके पास में आए उन्होंने छुटकारा पाया. പക്ഷെ അവരുടെ ജീവിതത്തിൽ ഒരു സ്വകാര്യ ദുഃഖം ഉണ്ടായിരുന്നു. लेकिन उनके जीवन में एक दुख का विषय था. എന്തായിരുന്നു ദുഃഖമെന്ന് നിങ്ങൾക്ക് അറിയാമോ? और क्या था वो दुख का विषय? അവരുടെ കുടുംബജീവിതത്തിൽ കുഞ്ഞുങ്ങളില്ലായിരുന്നു. उनके परिवार में बच्चे नहीं थे. ദീർഘവർഷങ്ങളായി കുടുംബജീവിതം നയിച്ച വ്യക്തികളായിരുന്നു അവര്. कई सालों से पारिवारिक जीवन जरूर था. പക്ഷെ അവർ അതിന്റെ നടുവിൽ നിരാശപ്പെട്ടു പോയില്ല. लेकिन उसके बीच में वे निराश नहीं हुए. ശുശ്രൂഷയിൽ അവര് അലസത കാണിച്ചില്ല. सेवा को उन्होंने छोड़ा नहीं. ആരാധനകൾ മുടക്കിയില്ല. आराधना को बंद नहीं किया. പ്രാർത്ഥനകൾ മുടക്കിയില്ല. प्रार्थना बंद नहीं किया. അവരെ കുറിച്ച് പരിശുദ്ധാത്മാവ് എഴുതിയിരിക്കുന്ന പദം ഇങ്ങനെയാണ്: और पवित्र आत्मा ने उनके बारे में इस प्रकार से लिखा, അവർ ഇരുവരും നീതിയുള്ളവരും കർത്താവിന്റെ സകല കൽപ്പനകളും കർത്താവിന്റെ സകല ന്യായങ്ങളും കുറ്റമില്ലാതെ പ്രമാണിക്കുന്നവരായിരുന്നു. वे दोनों जकरिया और इलीशिबा धर्मी थे और नियमित रीति से प्रभु के भवन में प्रभु की व्यवस्थाओं को पूरा करने वाले लोग थे. നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയില്ലെങ്കിലും നമ്മളെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന വിശ്വസ്തയോടുകൂടെ കർത്താവിനെ സേവിക്കണമെന്നാണ്. प्रियो, मेरे और आपके जीवन में हम जैसा सोच रहे हैं वैसी प्रार्थना का उत्तर यदि एक बार न भी मिले तो भी स्वर्ग देखना चाहता है. क्या हम विश्वास योग्यता के साथ में, खराई के साथ में हम उसके सामने बने हुए हैं? അല്ലെ, നമ്മളൊക്കെ ആയിരുന്നെങ്കിലും പലപ്പോഴും മനസ്സ് മടുത്ത് നിരാശപ്പെട്ട് ഇനി യോഗത്തിനും ആരാധനയ്ക്കും പ്രാർത്ഥനയ്ക്കും പോകണ്ട, മതി എന്നും പറഞ്ഞ് നമ്മൾ പോയേനെ. और यदि हम होते तो क्या होता? अगर हमारे हिसाब से काम नहीं होता, हम सबसे पहले जो काम करते वो था कि प्रार्थना में आना छोड़ देते और हम कहते कोई मतलब नहीं, जा रहा हूं पर कोई उत्तर तो नहीं मिल रहा है.
പക്ഷെ സെക്കരിയാവും എലിസബത്തും അങ്ങനെ ചെയ്തില്ല. അവർ കർത്താവിൽ അടിയുറച്ച് വിശ്വസിച്ചു. लेकिन जकरिया और इलिशिबा एक ऐसा परिवार था जो बना रहा और जो रुका रहा. നമുക്ക് ആ വചനം ലൂക്കോസ് 1:14 വായിക്കുമ്പോൾ ഒരു വചനം നമുക്കവിടെ വായിപ്പാൻ കഴിയുന്നുണ്ട്. और लूका 1:14 के अंदर हम उनके बारे में देख पाते हैं. പതിവ് പോലെ സെക്കരിയാവ് ശുശ്രൂഷയ്ക്ക് വേണ്ടി ആലയത്തിന്റെ ഉള്ളിൽ വന്നു. और लूका रचित सुसमाचार उसका उसके 14वें पद के अंदर हम देखते हैं कि ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ ഒരു 13-ാമത്തെ വാക്യം उसके 13वें पद में है कि स्वर्गदूत ने उससे कहा, हे जकरिया, പെട്ടെന്ന് ഒരു ശബ്ദം അവിടെ മുഴങ്ങിയ. और वहां पर हम देखते उसके 8वें पद में लिखा है कि अपने दल की पारी पर वो परमेश्वर के सामने याजक का काम करता था. वो नियमित जो कार्य कर रहा था, जब वो कर रहा था, अचानक एक आवाज, स्वर्गदूत की आवाज उसके कानों में गूंजी. നിങ്ങൾ ചിന്തിക്കണം, അതുവരെയും പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയിട്ടില്ല. आपको ध्यान देना है कि वो नियमित अपने कार्य को कर रहा था, तब तक कोई आवाज उसने नहीं सुनी. അന്ന് ആരാധനയ്ക്ക് ആലയത്തിൽ കയറുമ്പോഴും ഈ ശൂന്യത അവന്റെ ജീവിതത്തിലുണ്ട്. और उस दिन भी जब वो अपने कार्य के लिए प्रभु के भवन में आया, वो खालीपन के साथ में आया था. ആത്മിക ശുശ്രൂഷകളിൽ അവൻ മുടക്കം വരുത്തിയില്ല. लेकिन आत्मिक सेवा को उसने छोड़ा नहीं. ഇവിടെയും പ്രതീക്ഷിക്കാത്ത സമയത്ത് ഒരു ദൈവശബ്ദം കേൾക്കുക. लेकिन ऐसे समयों में जब उसको भी नहीं मालूम था, स्वर्गदूत की आवाज उसके कानों में. എന്താ പറഞ്ഞെന്നറിയാമോ? സെക്കരിയാവേ, ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നിന്റെ ഭാര്യ എലിസബത്ത് ഒരു മകനെ പ്രസവിക്കും. और उसने कहा, हे जकरिया, भयभीत न हो, क्योंकि तेरी प्रार्थना सुन ली गई है और तेरी पत्नी एलिशिबा से तेरे लिए एक पुत्र उत्पन्न होगा. കണ്ട, പ്രതീക്ഷിക്കാത്ത സമയത്ത് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടു. जब उसने भी नहीं सोचा, ऐसे समयों में प्रभु का कार्य उसके लिए प्रकट हुआ. നമ്മുടെ സമയത്തല്ല ദൈവം പ്രവർത്തിക്കുന്നത്. प्रियो, मैं आपको वापस दोहराना चाहूंगा, हमारे समय सीमा के आधार पर नहीं है परमेश्वर का कार्य जो हमारे जीवनों में प्रकट होता है. ദൈവം നമുക്കൊരു വിടുതൽ തരുന്നിടം വരെയും നമ്മൾ വിശ്വാസത്തോടെ നിൽക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. और प्रभु चाहता है कि जब तक उसका छुटकारा प्रकट न हो, विश्वास योग्यता के साथ में उसके सामने हम पाए. നമ്മൾ മനസ്സുമടുത്ത് ഇതൊക്കെ ശരിയല്ലെന്ന് പറഞ്ഞ് മാറിപ്പോകാനല്ല ദൈവം നമ്മെ കുറിച്ച് प्रभु ആഗ്രഹിക്കുന്നത്. नहीं चाहता कि हम निराश होकर पीछे चले जाएं. ഒരു ദൈവിക വിടുതൽ നടക്കുന്നവരെയും നമ്മൾ വിശ്വാസത്തോടെ കാത്തിരിക്കാൻ തയ്യാറാകണം. एक ईश्वरीय छुटकारा जब तक प्रकट न हो, तब तक उसके सम्मुख हमें बने रहना है. വേറൊരു ഉദാഹരണം കൂടെ ഞാൻ പറയാം. एक उदाहरण और बोलूं. യേശുവിന്റെ ശുശ്രൂഷ കാലത്ത് യേശു ഒരു ചർച്ചിൽ ചെന്നു. और यीशु मसीह की सेवा के दौरान यीशु मसीह का आराधनालय में गए. അന്ന് ആ പള്ളിയിൽ ഒരു 18 വർഷത്തോളം കൂന് പിടിച്ച ഒരു മാതാവ് ഉണ്ടായിരുന്നു. 18 साल से कुबड़ी एक स्त्री वहां पर थी. 18 വർഷവും ഈ മാതാവ് ആലയത്തിനുള്ളിൽ കടന്നു വരും. 18 साल से ये नियमित रीति से उस भवन में आती थी. താൻ ഇങ്ങനെ കൂനി ആലയത്തിലേക്ക് കടന്നു വരും. और उसकी कुबड़ी थी वो, तो वो झुककर भवन में आती थी. ഇല്ല, നമുക്ക് ആരോഗ്യമുണ്ടായിട്ടും പല പ്രാർത്ഥനകളും നമ്മൾ മുടക്കുന്നവരാ. आप देखिए, कई बार हमारे पास में अच्छा स्वास्थ्य है, लेकिन फिर भी हमारा आराधना में नहीं आते. നല്ല ആരോഗ്യമുണ്ടായിട്ടും പല മീറ്റിങ്ങുകൾക്ക് നമ്മൾ വരാറില്ല. हमारी सेहत अच्छी है, लेकिन कई बार सभाओं में हम नहीं आते. എന്നാൽ ഈ മാതാവിനെ കുറിച്ച് എനിക്ക് സന്തോഷമുണ്ട്. 18 വർഷവും ഇവൾ ആലയത്തിനകത്തുണ്ടായിരുന്നു. लेकिन इस स्त्री के बारे में वचन में लिखा है कि वो कुबड़ी थी, लेकिन 18 साल से नियमित प्रभु के भवन में वो आती ഒറ്റ थी. ആരാധന മുടക്കിയിട്ടില്ല. एक भी आराधना उसने नहीं छोड़ा. ഒറ്റ പ്രാർത്ഥനകൾ മുടക്കിയിട്ടില്ല. एक भी प्रार्थना उसने नहीं ഒറ്റ छोड़ा. സ്പെഷ്യൽ മീറ്റിംഗ് മുടക്കിയിട്ടില്ല. एक भी विशेष मीटिंग नहीं छोड़ा. ഒരു യോഗത്തിനും വരാതിരുന്നിട്ടില്ല. हर सभा में वो नियमित आती थी. ഞാനിങ്ങനെ എന്റെ ഭാവനയിൽ പറയാ. और मैं इस प्रकार से मेरे चित्रण में मैं बोलूं, 18ാമത്തെ വർഷവും ഇവൾ ആലയത്തിൽ വന്നു. 18वें साल भी ये भवन में आई. അന്ന് അവളുടെ വിടുതലിന്റെ ദിവസമായിരുന്നു. उस दिन उसके जीवन में छुटकारे का दिन था. അന്ന് യേശു ആലയത്തിൽ ഉണ്ടായിരുന്നു. उस दिन यीशु वहां पर था. അവിടെ സംഭവിച്ച എന്താണ്? वहां पर क्या हुआ? യേശു അവളെ അടുക്ക വിളിച്ചു. यीशु ने उसे अपने पास बुलाया. യേശു അവളെ സൗഖ്യമാക്കി. यीशु ने उसे चंगा किया. യേശു അവളെ പരിപൂർണമായി വിടുവിച്ചു. यीशु ने उसे छुड़ाया. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ദൂത് ഇതാണ്. जो बात मैं कहना चाहता हूं, കർത്താവ് നിന്നെ വിടുവിക്കാൻ ആഗ്രഹിക്കുമ്പോ प्रभु आपको छुड़ाना നിങ്ങൾ चाहता ദൈവ है. സാന്നിധ്യത്തിൽ കാണപ്പെടണം. लेकिन जब प्रभु का समय आएगा, आप परमेश्वर के भवन में होने चाहिए. കർത്താവിന്റെ മറുപടി വെളിപ്പെടുമ്പോൾ प्रभु का उत्तर जब प्रकट होता है, നമ്മൾ ദൈവ സാന്നിധ്യത്തിൽ കാണപ്പെടണം. उस समय हमें प्रभु के भवन में अपने आप को उपलब्ध നമ്മുടെ करना है. വഴിയിലും നമ്മുടെ ഇഷ്ടത്തിനും അനുസരിച്ച് ജീവിച്ചാൽ ദൈവ സാന്നിധ്യം നമ്മുടെ അടുക്കൽ വരുമ്പോൾ അത് നമ്മെ ഒരിക്കലും നമ്മെ വിടുവിക്കയില്ല. प्रियो, हम हमारे तरीके से जीवन यापन करें और हम सोचे कि प्रभु अपने कार्य को हमारे जीवन में करेगा, यह नहीं हो पाएगा. हमें प्रभु की उपस्थिति में बने रहना है जब तक कि हमारे
हमारे जीवन में परमेश्वर का छुटकारा प्रकट होता है। ഹല്ലേലൂയ. हालेलुया। ആമേൻ. ദൈവം നമ്മെ വിടുവിക്കാൻ ആഗ്രഹിക്കുമ്പോൾ നാം ദൈവസന്നിധിയിൽ കാണപ്പെടണം. प्रभु जब हमें छुड़ाना चाहता है उस समय हमें प्रभु के भवन में उपलब्ध रहना है। നാം വായിച്ച വാക്യത്തിലേക്ക് വരികയാണ്. हम पुनः उस भाग में वापस आए ഇവിടെ ബർത്തിമായി എന്ന് പറയുന്ന മനുഷ്യൻ और यहाँ पर बर्तिमाई नाम का वो मनुष्य യേശുവിനോട് നിലവിളിക്കുകയാണ്. यीशु को पुकार रहा है। ഇവിടെ ബർത്തിമായുടെ ജീവിതത്തിൽ അവനെ രൂപാന്തരപ്പെടുത്തിയ ആ ഒരു വിഷയമാണ് പ്രതിപാദിച്ചിരിക്കുന്നത്. और यहाँ पर बर्तिमाई के जीवन में कैसे प्रभु का कार्य प्रकट हुआ इन पदों में हम देखते അതിൽ हैं। നിന്നും നമുക്ക് ലഭിക്കുന്ന ആത്മീക ചിന്തകൾ എന്താണ്? और उस घटना से क्या आत्मिक बात है जो हम स्वीकार सकते हैं। എങ്ങനെയാണ് ബർത്തിമായുടെ ജീവിതത്തിൽ ഒരു സൗഖ്യത്തിലേക്ക് അവനെ നയിച്ചത്? बर्तिमाई के जीवन में उसने कैसे चंगाई को पाया ആ കാര്യമാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. और वो विषय हम सीखने जा रहे ഇനി हैं। ഒരു 7 കൂട്ടം കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. यहाँ पर 7 बातें हैं, നിങ്ങൾ അത് വളരെ ശ്രദ്ധയോടെ കേൾക്കുക. आप ध्यान से सुनना। ഒന്നാമത്തെ ചിന്ത पहली बात അതിന്റെ 47-ാമത്തെ വാക്യത്തിൽ 47वें पद में നസ്രേനായ യേശു എന്ന് കേട്ടിട്ട് അവൻ ദാവീദ് പുത്ര യേശുവേ എന്നോട് കരുണ തോന്നണം നിലവിളിച്ചു തുടങ്ങി. वह यह सुनकर कि यीशु नासरी है पुकार पुकार कर कहने लगा, हे दाऊद की संतान यीशु मुझ पर दया कर। അപ്പൊ ഇവന് കാഴ്ചയില്ല, ഈ പരിസരത്തുള്ളതൊന്നും അവന് കാണാൻ കഴിയുന്നില്ല. अब ये व्यक्ति अंधा ऐसे दिखाई नहीं दे रहा, പക്ഷെ ഇവൻ എങ്ങനെയാണ് യേശു ആണെന്ന് അറിയാനിടയായി തീർന്നത്? लेकिन इसे कैसे मालूम पड़ा कि यीशु यहाँ से जा रहा है। ഞാൻ വിശ്വസിക്കുന്നു ഇവൻ യേശുവിനെ നന്നായി മനസ്സിലാക്കിയിരുന്നു. और मैं समझता हूं कि इसको मालूम था यीशु कौन है। അപ്പൊ യേശു ആരാണെന്ന് അറിയാൻ പാടില്ലാത്ത ഒരാൾക്ക് എങ്ങനെ യേശുവിനെ ഇത്രയും ആവേശത്തോടെ വിളിക്കാൻ കഴിയും? और देखिए यहाँ पर वो कह रहा है कि हे दाऊद की संतान यीशु, इसका अर्थ यह है कि उसे यीशु के बारे में कुछ जानकारी थी। यदि नहीं होती तो वो कैसे कहता कि ये दाऊद की संतान है। എന്താ അവൻ വിളിച്ചത്? ദാവീദ് പുത്ര എന്നല്ലേ വിളിച്ചത്? दाऊद की संतान करके क्यों संबोधित किया? ദാവീദ് പുത്രനാണെന്ന് ഇവൻ എങ്ങനെ അറിഞ്ഞത്? कैसे उसने जाना कि ये दाऊद की संतान है? യേശു മറ്റൊരു പട്ടണത്തിലേക്ക്, ആ പട്ടണത്തിലാണ് ഇവൻ പാർത്തിരുന്നത്. और यीशु उस नगर में है, बहुत सारे लोग वहां हैं। അപ്പൊ യേശുവിനെ കുറിച്ച് ഇവൻ അറിയണമെന്നില്ല. और जरूरी नहीं है कि यीशु के बारे में जाने, പക്ഷെങ്കിൽ ഇവൻ യേശുവിനെ കുറിച്ച് നന്നായി മനസ്സിലാക്കിയിരുന്നു. लेकिन इस व्यक्ति ने यीशु के बारे में शायद पूछ कर जाना होगा। എന്റെ ഒന്നാമത്തെ ചിന്ത ഞാൻ പറയാം. मेरा पहला विचार मैं कहूं, നമ്മുടെ ജീവിതത്തിൽ ഒരു വിടുതൽ നടക്കണമെങ്കിൽ യേശുവിനെ കുറിച്ച് നാം നല്ലവണ്ണം മനസ്സിലാക്കണം. मेरे और आपके व्यक्तिगत जीवन में यदि हमें एक छुटकारा चाहिए तो हमसे जितना हो सकता है उतना हम यीशु के बारे में सीखने के लिए, जानने के लिए हमें अपनी ओर से एक प्रयास करना है। യേശുവിനെ അറിയുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിലെ അത്ഭുതത്തിന്റെ ആദ്യത്തെ ചവിട്ടുപടി. प्रियो, मेरे और आपके जीवन में चमत्कारों की पहली सीढ़ी है यीशु मसीह के साथ में एक व्यक्तिगत पहचान। നമ്മുടെ എല്ലാം ജീവിതത്തിൽ രൂപാന്തരം വന്നത് യേശുവിനെ അറിഞ്ഞതുകൊണ്ടല്ലേ? मेरे और आपके जीवन का रूपांतरण कैसे हुआ? जब हमने यीशु को जाना, उस पहचान के द्वारा हमारे जीवन में बदलाव आया। യേശു ആരാണെന്നും യേശുവിനെ കുറിച്ചുള്ള വെളിപ്പാടും കിട്ടിയത് കൊണ്ടല്ലേ നമ്മൾ ഇന്ന് ഇതിനകത്ത് കടന്നു വന്നിരിക്കുന്നത്? यीशु कौन है और वो क्या कर सकता है, वो प्रकाशन ने हमारे जीवन को रूपांतरित किया। ബർത്തിമായിക്കും അവൻ അന്ധനായിരുന്നേലും അവന്റെ അകത്തളങ്ങളിൽ അവനൊരു കാഴ്ചപ്പാട് കിട്ടി. യേശു ആരാണെന്ന്. എന്താ അവന് ലഭിച്ചത്? യേശു സൗഖ്യദായകനാണെന്നുള്ള വെളിപ്പാട് അവന് ലഭിക്കാനിടയായി. और बर्तिमाई अंधा था, लेकिन उसके अंदर एक प्रकाशन आ गया कि यीशु मसीह चंगाई दे सकता है, मेरी आंखों को यीशु ठीक कर सकता है। ഇന്ന് പകലിനകത്തിരിക്കുന്ന വ്യക്തികളോട് ഞാൻ പറയുന്നു, യേശു ആരാണെന്നുള്ള വെളിപ്പാട് നാം പ്രാപിക്കണം. और आज की सुबह मैं आप में से हर एक से कहना चाहूंगा, हमारे अंदर एक प्रकाशन आना है, हमारा यीशु कौन है, അവൻ നമുക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കണം. और उसने हमारे लिए क्या क्या किया वो बात हमें जानना है। അവൻ നമുക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് മനസ്സിലാക്കണം. उसने हमारे लिए क्या किया वो जानना है। ഇനി യേശു നമുക്ക് വേണ്ടി എന്ത് ചെയ്യുമെന്ന് और മനസ്സിലാക്കണം. यीशु हमारे लिए क्या क्या कर सकता है वह भी जानना है। യേശു ആരാണെന്നുള്ള തിരിച്ചറിവാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മെ വിടുതലിലേക്ക് और നയിക്കുന്നത്. यीशु कौन है वो पहचान हमारे जीवन में एक छुटकारा देता है। യേശുവിനെ അറിഞ്ഞ് ആമീൻ അവനെ മനസ്സിലാക്കി ആരാധിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം प्रियो, ചെയ്യുകയാണ്. जब हम यीशु को पहचानते हैं और उस पहचान के द्वारा हम उसकी आराधना करते हैं, प्रभु की महिमा हमारे जीवन में प्रकट होती है। Praise the Lord. Hallelujah. Hallelujah. നമ്മുടെ അറിവൊന്നും പൂർണ്ണമല്ല. हमको हमारी जानकारी पूर्ण जानकारी नहीं है। നമ്മുടെ ജീവിതത്തിന്റെ അവസാനം വരെ നമ്മൾ യേശുവിനെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുക. हमारे जीवन के आखिरी चरण तक हम यीशु के बारे में अध्ययन करते रहते हैं। യേശുവിനെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞവർ ആരും ഇവിടെ ഇല്ല. यहाँ पर ऐसा कोई नहीं है जिसने पूरा पूरा जान लिया है। ഇല്ല, ഒത്തിരി തിയോളജിക്കൽ എഡ്യൂക്കേഷൻ നമുക്ക് ഇന്ന് ലഭ്യമാണ്.
आज बहुत सारा अध्ययन हम कर सकते हैं, ഇല്ല, അതുകൊണ്ടൊന്നും പൂർണ്ണമാകുന്നില്ല. लेकिन उन अध्ययनों से सारी बातें जानना जरूरी नहीं है. ഓരോ ദിവസവും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക. एक एक दिन हम सीख रहे हैं. അപ്പൊ യേശുവിനെ കുറിച്ചുള്ള അറിവ് നമ്മുടെ ജീവിതത്തിൽ രൂപാന്തരത്തിലേക്ക് നമ്മെ और നയിക്കും. यीशु मसीह के बारे में जो हमारी पहचान है, वह पहचान हमें बदलता है. ഇപ്പൊ ബർത്തിമായുടെ ജീവിതത്തിൽ രൂപാന്തരത്തിലേക്ക് നയിച്ച ഒന്നാമത്തെ കാര്യം, അവൻ യേശുവിനെ നന്നായി മനസ്സിലാക്കിയിരുന്നു. और बर्तिमाई के जीवन के बदलाव की पहली बात, उसने यीशु को पहचाना. രണ്ടാമത്തെ ചിന്തയിലേക്ക് ഞാൻ വരികയാണ്. दूसरी बात, ബർത്തിമായുടെ ചിന്ത, യേശു വരുന്നു എന്നവൻ കേട്ടപ്പോൾ അവൻ ചിന്തിച്ചത് എന്താണെന്നറിയാമോ? എനിക്കും അവസരം കിട്ടും. അപ്പൊ യേശുവിൽ ഒരു വലിയ പ്രതീക്ഷ അവന് കാണാനിടയായി. और दूसरा, जैसे उसने सुना कि यीशु यहाँ से गुजर रहा है, उसके अंदर एक आशा उत्पन्न हुई, मेरे जीवन में भी एक अवसर मुझे मिलने जा रहा ഇവന്റെ है. അറിവ് എന്തായിരുന്നു? യേശു സൗഖ്യദായകനാണെന്നുള്ള അറിവായിരുന്നു. और उसकी जानकारी थी कि यीशु मसीह चंगा करता है. അപ്പൊ ഇവൻ ചിന്തിച്ചത് യേശു എന്നെയും സൗഖ്യമാക്കുമെന്ന് അവൻ ചിന്തിച്ചു. और इसने सोचा कि यीशु मुझे भी चंगा करेगा. യേശു വരുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ആരും അവനെ നിർബന്ധിച്ച് യേശുവിന്റെ അടുക്കൽ കൊണ്ടുപോയതല്ല. हम देखते हैं कि कोई जबरदस्ती उसे यीशु के पास नहीं ले गया. അവൻ യേശുവാണെന്ന് മനസ്സിലാക്കി പ്രതീക്ഷയോടെ നിലവിളിച്ചപ്പോഴാണ് അവന്റെ ജീവിതത്തിൽ സൗഖ്യം और जब ലഭിച്ചത്. उसने जाना कि यीशु है और अपनी इच्छा से उसने पुकारना आरंभ किया, यीशु वहां पर रुक ഒരു गया. ദൂത് പറയാം, एक बात मैं आपसे कहूं, യേശു ആരാണെന്ന് അറിഞ്ഞാൽ മാത്രം പോരാ, यीशु को जानना पर्याप्त नहीं है. യേശുവിനെ കുറിച്ച് കേട്ടാൽ മാത്രം പോരാ, यीशु के बारे में सुनना काफी नहीं है. യേശുവിന് എന്റെ ജീവിതത്തിൽ ചിലത് ചെയ്യാൻ പറ്റുമെന്ന് നാം വിശ്വസിക്കാൻ തയ്യാറാകണം. हमें विश्वास करना है कि यीशु मसीह आपके जीवन में क्या क्या कर सकता है. ഇന്ന് പകൽ എത്ര പേർ അത് വിശ്വസിക്കുന്നുണ്ട്? आज सुबह कितने लोग विश्वास करते हैं? നാം എല്ലാ ഞായറാഴ്ചകളിലും യേശുവിനെ കുറിച്ച് കേൾക്കുന്നവരാണ്. मैं यीशु के बारे में सुन जरूर रहा हूं. ഒത്തിരി പ്രസംഗങ്ങൾ നാം കേൾക്കുന്നവരാണ്. कई संदेशों को मैंने सुना. അപ്പൊ യേശുവിനെ അറിയുകയും യേശുവിനെ കുറിച്ച് കേൾക്കുകയും ചെയ്യുന്നതിനേക്കാൾ അപ്പുറമായി യേശു എന്റെ ജീവിതത്തിൽ ചിലത് ചെയ്യുമെന്ന് ഇന്ന് പകൽ വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം प्रियो, ചെയ്യുകയാണ്. यीशु क्या कर रहा है, क्या कैसा है, वो सुनना काफी नहीं है, लेकिन मेरे जीवन में वो कैसे कार्य कर सकता है, उस पर विश्वास करना है. वो विश्वास हमारे जीवनों को बदल ഇന്ന് देगा. പകൽ നിങ്ങളായിരിക്കുന്ന നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾക്കകത്ത് യേശു ഇറങ്ങി വരുമെന്ന് വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം आज की ചെയ്യുന്നു. सुबह आपकी अवस्थाओं को देखकर यीशु मसीह आपके लिए कार्य कर सकता है, ऐसा विश्वास हमें होना चाहिए. ഒരു വചനഭാഗം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. एक और वचन, एक और पद में आपके ध्यान में लाऊं. ഒരു 12 വർഷത്തോളം രക്തസ്രാവം ബാധിച്ച ഒരു സഹോദരി ഉണ്ടായിരുന്നു. 12 साल से लहू बहने वाली एक स्त्री थी. 12 വർഷം രക്തസ്രാവം ബാധിച്ച് ഒരു വീടിനുള്ളിൽ അവൾ ഒതുങ്ങി കഴിയുക. 12 साल से लहू बहने की बीमारी थी. एक घर के अंदर उसने अपने आप को रोक दिया था. അവിടെ എഴുതിയിരിക്കുന്ന വാക്യം ഇങ്ങനെയാണ്, वहां पे इस प्रकार से लिखा है, അവൾ യേശുവിനെ കുറിച്ചുള്ള വർത്തമാനം കേട്ടു. उसने यीशु के बारे में सुना. എന്താണ് യേശുവിനെ കുറിച്ചുള്ള വർത്തമാനം? यीशु के बारे में क्या सुना? യേശു സൗഖ്യദായകനാണെന്നുള്ള വർത്തമാനം. यीशु चंगाई दाता है. യേശു പട്ടണങ്ങൾ തോറും നടന്ന് അനേകരെ സൗഖ്യമാക്കുന്നു എന്നുള്ള यीशु വർത്തമാനം. नगर नगर गांव गांव घूमकर लोगों को चंगा कर रहा യേശു है. അനേകരെ വിടുവിക്കുന്നു എന്നുള്ള വർത്തമാനം. यीशु कईयों को छुड़ा रहा है. ഈ വർത്തമാനം കേട്ട മാത്രയിൽ ഇവളിൽ ഒരു വിശ്വാസം और ജനിക്കാനിടയായി. जब उसने उस बातों को सुना, उसके अंदर एक विश्वास उत्पन्न हुआ. അവൾ ശരീരത്തിൽ ബലഹീനയാണ്. और वो शरीर में कमजोर है. രണ്ടുപേരുടെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കാൻ കഴിവില്ല. दो लोगों के सामने वो खड़ा അവൾ नहीं हो सकती. ചെല്ലുന്നിടത്തൊക്കെ അശുദ്ധമാക്കുന്ന സാഹചര്യമാണ്. जहां पर वो जाती है, लोग कहते हैं ये अशुद्ध है, അതുകൊണ്ട് എല്ലാവരും അവളെ മാറ്റി നിർത്തി. इसलिए सबने उसे अलग किया. സഭയിൽ നിന്നും സമൂഹത്തിൽ നിന്ന് അവളെ ഒഴിവാക്കി. कलीसिया से समूह से अलग किया. നീ 4 ചുമരുകൾക്കുള്ളിൽ കിടന്നാൽ മതി എന്നവർ പറഞ്ഞു. और लोगों ने बोला कि तू वहीं पड़े रह, നീ രോഗക്കിടക്ക് എഴുന്നേറ്റ് വരണ്ട എന്ന് तू പറഞ്ഞു. बाहर मत निकलना. അങ്ങനെ സമൂഹം അവരെ തള്ളി പുറത്താക്കി. समूह ने उसे किनारा कर दिया. ഇതിന്റെ നടുവിലാണ് അവൾ യേശുവിനെ കുറിച്ച് വർത്തമാനം കേട്ടത്. लेकिन इसके बीच में यीशु के बारे में उसने सुना. ഇന്ന് പകൽ ഞാൻ പറയാം, ലോകത്തിലെ ഏത് വാർത്ത കേൾക്കുന്നതിനേക്കാളും ലോകത്തിലെ ഏത് വർത്തമാനം കേൾക്കുന്നതിനേക്കാളും യേശുവിനെ കുറിച്ചുള്ള വർത്തമാനം കേട്ടാൽ അത് ജീവിതത്തിൽ മാറ്റം വരുത്തുന്ന വർത്തമാനമാണെന്ന് ഈ പകൽ തിരിച്ചറിയണം. आज की सुबह मैं आपसे कहना चाहूंगा, यीशु आपको चंगा करता है. यीशु आपकी अवस्था को बदल सकता है. उस बात पर यदि हम विश्वास करेंगे, अन्य सारी खबरों से बढ़कर यह खबर हमारी जिंदगी को बदल देगी. യേശുവിനെ കുറിച്ചുള്ള വാർത്ത നമ്മൾ കേൾക്കട്ടെ. यीशु के बारे में हम सुनने पाए, യേശുവിനെ കുറിച്ചുള്ള വചനങ്ങൾ വായിക്കട്ടെ. यीशु के बारे में वचन हम पढ़ने യേശുവിനെ पाए, അത്ഭുതങ്ങളെ കുറിച്ച് ധ്യാനിക്കട്ടെ. यीशु के चमत्कारों को हम അത് ध्यान നമ്മിൽ देने पाए, രൂപാന്തരം വരുത്തും. वो हमें रूपांतरित അത് करेगा. നമ്മുടെ ജീവിതത്തിന് പുതിയ ദിശാബോധം നൽകും. वो हमारे अंदर एक नया विश्वास उत्पन्न करेगा. 12 വർഷം രോഗക്കടകിൽ കിടന്ന ഈ സഹോദരി യേശുവിനെ കുറിച്ച് കേട്ടപ്പോൾ അവളിൽ വിശ്വാസം ജനിച്ചു. 12 साल से बीमार ये स्त्री, जब उसने यीशु के बारे में सुना, उसके अंदर एक विश्वास आया. അവളുടെ ഉള്ളിൽ പ്രതീക്ഷ മടങ്ങി വന്നു. उसके अंदर एक नई आशा आई. അവൾ തന്നോട് തന്നെ പറയുക, ഞാൻ ഈ രോഗക്കടകിൽ എഴുന്നേൽക്കും. और वो अपने आप से कह रही है कि मैं
चंगी हो जाऊंगी। അങ്ങനെ ഇരിക്കുമ്പോൾ യേശു ഇവളുടെ ഗ്രാമത്തിലും വരുന്നുണ്ടെന്ന് ഇവൾ അറിഞ്ഞു. और उसने सुना कि यीशु मेरे गांव में आ रहा है അവൾ വിശ്വാസത്തോടെ പറഞ്ഞു, ഞാൻ അവിടെ പോകും. और विश्वास से कहा कि मैं जाऊंगी, എത്ര പ്രതിസന്ധിയാണേലും ഞാൻ പോകും. चाहे कितना भी विरोध क्यों न हो मैं जाऊंगी। എന്റെ ശരീരം ബലഹീനമാണേലും ഞാൻ പോകും. मेरा शरीर कमजोर है लेकिन मैं जाऊंगी। കാര്യം എന്റെ യേശു സൗഖ്യമായിട്ട് ആമേൻ എനിക്ക് സൗഖ്യം നൽകി തരാൻ എന്റെ യേശു മതിയായവനാണ് അവൾ क्योंकि വിശ്വസിച്ചു. यीशु मुझे चंगा कर सकता है। അവൾ ആ പറഞ്ഞതുപോലെ എന്ത് ചെയ്തു? കാര്യങ്ങൾ ചെയ്തു. और जैसा उसने सोचा वैसा किया। യേശുവിന്റെ അടുക്കൽ ചെന്നു. यीशु के पास पहुंची, പിറകിൽ കൂടെ ചെന്ന് യേശുവിന്റെ വസ്ത്രത്തെ തൊട്ടു. वस्त्रों को उसने छुआ, യേശുവിൽ നിന്ന് ശക്തി പുറപ്പെട്ടു. यीशु से सामर्थ्य അവൾ मिली, സൗഖ്യമായി. वो चंगी हो गई। യേശു ചോദിച്ചു, എന്നെ ആരാ തൊട്ടത്? यीशु ने पूछा मुझे किसने छुआ, എന്നെ ആരാ തൊട്ടത്? मुझे किसने छुआ। ആ ശിഷ്യന്മാര് പറയുന്നുണ്ട്, ഇത് വലിയ പുരുഷാരമല്ലേ ചുറ്റും നിൽക്കുന്നേ, നിന്നെ പ്രത്യേകിച്ച് ആരാ തൊട്ടെന്ന് എങ്ങനെയാ പറയുന്നത്? चेलों ने कहा तेरे ऊपर भीड़ गिरी पड़ती है, कैसे कह सकता है किसने छुआ। യേശു പറഞ്ഞു, അതല്ല, എന്നിൽ നിന്ന് വിശ്വാസത്തോടെ തൊട്ട ഒരുവനിലേക്ക് സൗഖ്യം പുറപ്പെട്ടു. लेकिन यीशु ने कहा ऐसा नहीं है, कोई एक है जिसने मुझे छुआ है और उसके जीवन में मेरे अंदर से सामर्थ्य बही है, എന്നിൽ നിന്ന് സൗഖ്യത്തിന്റെ ശക്തി പുറപ്പെട്ടു. चंगाई की सामर्थ मुझसे बही है। ഉടനെ പേടിച്ച് ഭയപരവശയായ ഒരു മാതാവ് പറയുക, യേശുവേ ഞാനാ തൊട്ടത്, ഞാനാ നിന്നെ തൊട്ടത്. और वो स्त्री कह रही प्रभु मैंने तुझे छुआ। യേശു പറഞ്ഞു, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. यीशु ने कहा तेरे विश्वास ने तुझे കണ്ടോ, चंगा किया। ഭയത്തോടെ അവൾ നിന്ന് യേശുവിന്റെ പക്കൽ നിന്ന് ആശ്വാസം പ്രാപിച്ച് അവൾ മടങ്ങി വീട്ടിൽ आप പോകാനിടയായി. देखिए प्रभु से चंगाई को पाकर वो शांति के साथ अपने घर में ഇത് गई। എങ്ങനെയാ സംഭവിച്ചത്? ये कैसे हुआ। യേശുവിനെ കുറിച്ചുള്ള വർത്തമാനം കേട്ടത് അവൾ ജീവിതത്തിൽ ആമേൻ അവൾ അപ്ലൈ ചെയ്യുവാനിടയായി और തീർന്നു. यीशु के बारे में जो बातें उसने सुनी उसने अपने जीवन में उसे लागू किया। ഇന്ന് പകൽ ഞാൻ പറയുന്നു, യേശുവിനെ കുറിച്ചുള്ള വാർത്ത കേട്ടാൽ പോരാ, വായിച്ചാൽ പോരാ, ജീവിതത്തിൽ അപ്ലൈ ചെയ്യാൻ തയ്യാറാകണം. और आज की सुबह मैं आपसे कहना चाहूंगा, यीशु के बारे में सुनना काफी नहीं है, सीखना काफी नहीं है, उससे हमारे प्रायोगिक जीवन में हमें अपनाना पड़ेगा और उतारना पड़ेगा। യേശുവിനെ നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യാൻ और തയ്യാറാകണം. यीशु मसीह को अपने जीवन में स्थान देना पड़ेगा। വിശ്വാസത്തോടെ യേശുവിനോട് പ്രാർത്ഥിക്കാൻ തയ്യാറാകണം. विश्वास के साथ में यीशु से प्रार्थना करना ഈ आरंभ പകൽ करना। ജീവിതത്തിൽ രൂപാന്തരം വരുത്തോ. आपके जीवन को वो बदलेगा, യേശു നമ്മെ വിടുവിക്കും. वो आपको छुड़ाएगा, യേശു നമ്മെ സൗഖ്യമാക്കും. वो आपको चंगा ഇന്ന് करेगा। പകലിലോ സൗഖ്യത്തിന്റെ വിടുതലിന്റെ ശക്തിനകത്ത് വ്യാപരിക്കുന്നുണ്ട്. आज यहाँ पर वो चंगाई की सामर्थ आपके जीवनों में उतर रही है। കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. अपने हाथों को ഹല്ലേലൂയ. उठा के प्रभु को धन्यवाद दीजिए। അപ്പോ ഈ ബർത്തിമായിയുടെ ജീവിതത്തിലെ അവനെ രൂപാന്തരത്തിലേക്ക് നയിച്ച ആ രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഒന്ന്, അവൻ യേശുവിനെ നന്നായി മനസ്സിലാക്കിയിരുന്നു. രണ്ട്, യേശു തനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുമെന്ന് അവൻ പ്രതീക്ഷിച്ചു. और हम देखते हैं कि दो बातें हमने देखी। पहला, यीशु से चंगा कर सकता है उसे मालूम था। दूसरा, उसने मन बना लिया कि ये मेरा समय है, मेरे जीवन में कार्य होने जा रहा है। മൂന്നാമത്തെ കാര്യം, ലഭിച്ച അവസരം ബർത്തിമായി നന്നായിട്ട് വിനിയോഗിച്ചു. और तीसरा, जो मौका उससे मिला उसने उसे खोया नहीं, उसको इस्तेमाल किया। ഇവൻ കേട്ട വാർത്ത യേശു ആ ഗ്രാമത്തിൽ വരുന്നു എന്നുള്ളതാ. इसने सुना कि यीशु गांव में आ रहा है। യേശു ആ ഗ്രാമത്തിൽ വരുന്നുണ്ടെന്ന് കേട്ട മാത്രയിൽ ഇവൻ എന്താ ചെയ്തേ? और जैसे उसने सुना कि यीशु आ रहा है, क्या किया उसने? അടുത്തിരുന്ന വ്യക്തിയോട് പറഞ്ഞില്ല, എന്റെ കയ്യിലൊന്ന് പിടിക്ക്, എനിക്ക് യേശുവിന്റെ അടുക്കൽ പോകണമെന്ന് അവൻ പറഞ്ഞില്ല. उसने किसी और की सहायता को नहीं पूछा कि मेरा हाथ पकड़कर मुझे यीशु के पास ले जा। സഹായിയെയോ ഇടനിലക്കാരെയോ അവൻ അന്വേഷിച്ചില്ല. किसी और मध्यस्थ को उसने नहीं ढूंढा। ഇത് കേട്ട മാത്രം ഇവൻ ചാടി എഴുന്നേറ്റിട്ട്, യേശുവേ ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ എന്ന് അത്യുച്ചത്തെ അവൻ നിലവിളിച്ചു. जैसे उसने सुना वो चिल्लाने लगा, हे दाऊद की संतान यीशु मुझ पर दया कर। അപ്പൊ ഈ നിലവിളി ഒരു പ്രാർത്ഥനയായി നമുക്ക് കണക്കാക്കാം. और इस पुकार को हम एक प्रार्थना के साथ में जोड़ सकते हैं। അവൻ യേശുവിനോട് നിലവിളിച്ച് പ്രാർത്ഥിക്കുക ചെയ്തത്. यीशु मसीह से रो रो कर उसने प्रार्थना പരിസരം की। നോക്കിയില്ല, मनुष्यों को नहीं देखा, സാഹചര്യം നോക്കിയില്ല, परिस्थितियों को नहीं देखा। തന്നെ സഹായിപ്പാൻ കഴിയുന്ന യേശുവിന്റെ മുഖത്തേക്ക് അവൻ നോക്കി. उसने अपनी आंखों को यीशु की ओर उठाया जहां से उसके जीवन में सहायता आ सकती है। പരിസരം മറന്നവൻ അത്യുച്ചത്തിൽ നിലവിളിക്കാൻ തയ്യാറായി. अन्य लोगों को भूलकर वो ऊंची आवाज में चिल्लाने लग गया। നമുക്കറിയാം, യേശു പട്ടണങ്ങൾ തോറും സഞ്ചരിച്ച വ്യക്തിയാണ്. और यीशु नगरों नगरों में गांव में फिरता था। ഇന്ന് ഈ പട്ടണത്തിൽ വന്നു, ഇനി ഇവിടെ വരുമോ എന്ന് അറിയത്തില്ല. और वो एक बार आया, अगली बार आएगा नहीं आएगा लोगों को नहीं मालूम। പക്ഷെ ആ പട്ടണത്തിൽ വന്ന യേശുവിനെ അവൻ മാക്സിമം ഉപയോഗിക്കാൻ തയ്യാറായി. लेकिन जब उसने सुना कि यीशु यहाँ से गुजर रहा है, उसने निश्चय कर लिया मैं अवसर को नहीं खोऊंगा। തനിക്ക് ലഭിച്ച അവസരം അവൻ ഏറ്റവും നന്നായി വിനിയോഗിക്കാൻ और തയ്യാറായി. जो समय मिला उसने पूरा उसका इस्तेमाल किया। പ്രിയപ്പെട്ടവരെ, നമുക്ക് ലഭ്യമാകുന്ന എല്ലാ അവസരങ്ങളും നമ്മൾ ഉപയോഗിക്കണം.
प्रियो, जो अवसर हमें मिलता है उसे पूरा पूरा हमें इस्तेमाल करना है। എപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ വിടുതൽ വരെ നമുക്ക് അറിയത്തില്ല. हमें नहीं मालूम कब छुटकारा हमारे जीवन में आएगा, എപ്പോഴാണ് കർത്താവ് നമ്മളെ കടാക്ഷിക്കുന്നത് നമുക്ക് അറിയത്തില്ല. कब प्रभु मुलाकात करेगा हमें नहीं मालूम, ഏത് ആരാധനയിലാണ് നമ്മെ കർത്താവ് വിടുവിക്കുന്നതെന്ന് അറിയത്തില്ല. कौन सी मीटिंग में प्रभु का स्पर्श हमारे जीवन में आएगा हमें ഏത് नहीं मालूम, പ്രാർത്ഥനയിലാണ് കർത്താവ് നമ്മെ സൗഖ്യമാക്കുന്ന कौन सी അറിയത്തില്ല. प्रार्थना में प्रभु हमें चंगा करेगा हमें नहीं मालूम। അതുകൊണ്ട് നമ്മുടെ ആയുസ്സിൽ നമുക്ക് ലഭ്യമാകുന്ന എല്ലാ ആത്മിക ശുശ്രൂഷകളിൽ നമ്മൾ പങ്കെടുക്കാൻ തയ്യാറാകണം. इसलिए मेरे और आपके जीवन में जो भी समय मिलता है उस समय को बहुमूल्य जानते हुए प्रभु के भवन में हमें आना ഒരു है। പ്രാർത്ഥന പോലും മുടക്കരുത്. एक भी प्रार्थना में नहीं छोड़ना है, ഒരു ആരാധന പോലും മുടക്കരുത്. एक भी मीटिंग को हमें और एक छोड़ना नहीं है, ഒരു കൂട്ടായ്മകളും മുടക്കരുത്. हर सभा में हमें आना है। ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം നമുക്ക് ലഭ്യമാകുന്ന സകല അവസരങ്ങളും നമ്മൾ ഉപയോഗിക്കാൻ തയ്യാറാകണം. मेरा कहने का मतलब जो समय हमें मिलता है उस समय को हमें प्रभु की महिमा के लिए इस्तेमाल में लेना ഞാൻ है। മുമ്പേ പറഞ്ഞ പോലെ ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിക്കണം. समय बुरे है इसलिए दिन बुरे है इसलिए समय को बहुमूल्य समझकर इस्तेमाल करना ഇവിടെ है। ബെർത്തിമായി കാണാൻ കഴിയുന്ന ഒരു പ്രത്യേകത, അവന് ലഭിച്ച സമയം അവൻ ആ അവസരം തക്കത്തിൽ അവൻ ഉപയോഗിച്ചു. और यहाँ पर हम देखते हैं कि बर्तुबाई को जो समय मिला उसने सही रीति से इस्तेमाल किया। യേശു വന്നപ്പോൾ ഇവൻ മിണ്ടാതിരുന്നെങ്കിലോ? अगर वो चुप रहता तो യേശു പോകും, ഇവന് സൗഖ്യം കിട്ടത്തില്ല. यीशु चला जाता उसको चंगाई नहीं मिलती। പക്ഷെ യേശു വന്ന സമയം അല്ലെങ്കിൽ ആ അവസരം അവൻ മുതലാക്കിയത് കൊണ്ടല്ലേ അവന് സൗഖ്യം കിട്ടിയത്. देखिए उसने उस अवसर का लाभ उठाया इसलिए उसको चंगाई मिली। അതുകൊണ്ട് ആരാധനയ്ക്കും പ്രാർത്ഥനയ്ക്കും വന്നിട്ട് മൗനമായിരിക്കരുത്. आराधना में हमें चुप नहीं बैठना है। ഇത് ദൈവത്തെ സ്തുതിക്കാനുള്ള സ്ഥലമാണ്. ये वो स्थान है जहां पर हमें ऊंची आवाज में प्रभु को धन्यवाद देते रहना है। ദൈവത്തെ ആരാധിക്കാനുള്ള സമയമാണ്. प्रभु की आराधना करने का समय നമ്മൾ है മടി കൂടാതെ കർത്താവിനെ ആരാധിക്കണം. और हमें बिना लज्जा किए हुए हमें प्रभु की आराधना करना है। വ്യർത്ഥമായി ഒരു പൊതു സ്ഥലത്ത് വെച്ചാണ് ദൈവത്തെ സ്തുതിച്ചത്. बर्तिमाई ने सड़क के किनारे ऊंची आवाज में पुकारा। നമ്മൾ ആലയത്തിനുള്ളിലല്ലേ വന്നേക്കുന്നേ. हम तो भवन के भीतर बैठे हैं, പക്ഷെ ഇതിനകത്തും ദൈവത്തെ സ്തുതിക്കാൻ മടിയുള്ളവരുണ്ടോ? लेकिन कई बार हम अपने आप को आराधना करने में हमें लगता है कि नहीं मुझे नहीं करना, കർത്താവിനെ ഉച്ചത്തിൽ വിളിക്കാൻ മടിയുള്ളവരിനകത്തുണ്ടാകരുത്. और हमारे अंदर वो आदत होनी चाहिए कि ऊंची आवाज में हम परमेश्वर की महिमा कर ദൈവത്തെ सकें। ശക്തിയോടെ ആരാധിച്ചാൽ, ശക്തിയോടെ സ്തുതിച്ചാൽ അതിനകത്തൊരു ദൈവിക വിടുതൽ വ്യാപരിക്കും. ऊंची आवाज में जब हम प्रभु की स्तुति करते हैं ईश्वरीय छुटकारा हमारे जीवन में प्रकट ഇന്ന് होता है। പകലത് വിശ്വസിക്കുന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട് आज सुबह में विश्वास करते हुए हाथों को उठाकर हम प्रभु को धन्यवाद देते रहे। ദൈവസന്നിധിയിൽ വന്നിട്ട് വാ പൂട്ടിയിരിക്കരുത്. प्रभु की उपस्थिति में हमें मुंह बंद करके नहीं बैठना, ദൈവസന്നിധിയിൽ വന്നിരിക്കുമ്പോൾ മുതൽ ദൈവത്തെ ആരാധിച്ചു തുടങ്ങണം. और प्रभु की आराधना करते हुए हमें आना है उसके सम्मुख। കഷ്ടതകളും ഭാരങ്ങളും പ്രയാസങ്ങളും നമ്മെ തളർത്തി കളയരുത്. क्लेश बोझ ये बातें हमें दबाना नहीं है। ബെർത്തിമായിക്ക് കാഴ്ചയില്ലേലും അവൻ അകത്തങ്ങൾ ലഭിച്ച കാഴ്ചയാൽ അവൻ യേശുവിനെ ആരാധിപ്പാനിടയായി. बर्तिमाई की बाहरी आंखें बंद है लेकिन भीतरी आंखों से वह यीशु की आराधना कर रहा है, അവന്റെ ശബ്ദത്തിലുള്ള ആരാധന അവനെ സൗഖ്യത്തിലേക്ക് നയിച്ചു. और उसकी उस आराधना ने उसके जीवन में उसे चंगाई की ओर ले गया। അല്ലെ, മറ്റൊരു ഭാഗത്ത് വായിക്കുന്നുണ്ട്, പൗലോസും ശീലാസും അറസ്റ്റ് ചെയ്യപ്പെട്ട് കാരാഗ്രഹത്തിന്റെ ഉള്ളിൽ അവരെ അടച്ചു. पौलुस और शिलास जब कारागृह के अंदर बंद थे, കാരാഗ്രഹത്തിന്റെ ഉള്ളിലും അവർ കെട്ടപ്പെട്ട് അല്ലെങ്കിൽ അവര് ആ ശരീരമാസകലം മുറിവും പരിക്കുമായിട്ട് നിൽക്കുമ്പോഴും അവർ നിരാശപ്പെട്ടില്ല. कारागृह के अंदर भी शरीर लहूलुहान मार खाया हुआ शरीर, लेकिन वे चुप नहीं थे, आराधना कर रहे। അവിടെ എഴുതിയിരിക്കുന്ന പദം എങ്ങനെയാ? അർദ്ധരാത്രിയിൽ അവിടുത്തെ ദാസന്മാർ ആത്മാവിൽ പാടി ദൈവത്തെ ആരാധിച്ചു. वहां लिखा है कि आधी रात को प्रभु के दासों ने आराधना वहां पर। അല്ല പൗലോസേ, ശീലാസേ, കൈയും കാലും ബന്ധനത്തിനല്ലേ, ശരീരമാസകലം മുറിവല്ലേ, ഇതിന് നടുവിൽ നിങ്ങൾക്ക് എങ്ങനെയാ ആരാധിപ്പാൻ കഴിയുന്നത്? पौलुस तेरे हाथ बंधे हुए हैं, शरीर में चोट लगी है, तू कैसे आराधना कर सकता है? പക്ഷെ ഞാൻ പറയാം, അകത്തളങ്ങളിൽ യേശുവിനെ കുറിച്ച് വെളിപ്പാട് പ്രാപിച്ച അഭിഷിക്തന്മാർ ആരാധിക്ക തന്നെ ചെയ്യൂ. और मैं आपसे कहना चाहूंगा, यदि आपके अंदर एक प्रकाशन है, बाहर कितने भी बंधन क्यों न हो, लेकिन आपकी आराधना बंद नहीं होगी। विपरीत परिस्थिति में और अधिक आप आराधना करने लगोगे। ഈ ലോകത്തിലെ കഷ്ടതകളോ ബന്ധനങ്ങളോ രോഗങ്ങളോ പ്രതികൂലങ്ങളോ അവരുടെ ആരാധനയെ തടയത്തില്ല. इस संसार का क्लेश, इस संसार का बंधन, इस संसार की कोई भी बातें उनकी आराधना में एक रुकावट नहीं है। അത് കാരാഗ്രഹമാണേലും ചങ്ങലയാണേലും അവർ ദൈവത്തെ പാടി ആരാധിക്കും. वो चाहे कारागृह हो चाहे जंजीरें हो, वहां पर भी वे प्रभु की आराधना करेंगे। ആരാധന നടുവിൽ അവിടെ ദൈവ സാന്നിധ്യം ഇറങ്ങി. आराधना के मध्य में परमेश्वर की सामर्थ्य उतर അവിടെ आई। ചങ്ങലകൾ അഴിഞ്ഞു വീണു. उनकी जंजीरें टूट गई। ലോകം അവരെ കെട്ടിയ കെട്ടുകൾ അഴിഞ്ഞു മാറി. संसार ने जिस बंधन से उन्हें बांधा था वो बंधन टूट गया। അവിടെ ബന്ധനങ്ങൾ അഴിഞ്ഞു
പൊളിഞ്ഞു വീണു. उनके बंधन टूट गए, കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി. कारागृह की नींवें हिल गई. അവർ ഒതുങ്ങിപ്പോകുമെന്ന് ചിന്തിച്ചവരുടെ നടുവിൽ ദൈവം അവരെ പുറത്തു കൊണ്ടുവന്നു. जहां पर लोगों को लगा कि अब ये बाहर नहीं निकल पाएंगे, स्वर्ग ने उन्हें बाहर निकाल दिया. ഇന്ന് പകൽ ആത്മാവിൽ ആരാധിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാ. आज सुबह आत्मा में आराधना करने वालों के लिए मैं प्रभु को धन्यवाद देता हूं. ഇന്ന് പകൽ ഒരു ദൂത് ഞാൻ പറയാം. आज सुबह मैं कहूं, ആരാധിക്കുന്ന നിന്നെ തടയാൻ ഉലകത്തിൽ ഒരു പൈശാചിക മണ്ഡലത്തിനും കഴിയത്തില്ല. आप आराधना करने वाले एक व्यक्ति है, आत्मा में आराधना करने वाले एक व्यक्ति है, दुनिया की कोई भी ताकत आपको रोक नहीं पाएगी. എത്ര പ്രതിസന്ധികൾ വന്ന് എത്ര രോഗങ്ങൾ വന്ന് നിന്നെ ബന്ധിച്ചാലും ആത്മാവിൽ ആരാധിക്കുമ്പോൾ നീ സ്തുതിക്കുമ്പോൾ കെട്ടുകൾ അഴിഞ്ഞു മാറും. चाहे दुनिया कितना भी आपको बांधने का प्रयास करे, आप आत्मा में आराधना करेंगे, उन बंधनों से आप मुक्त हो जाएंगे. അതുകൊണ്ട് സഭയിൽ വരുമ്പോൾ മാത്രമല്ല, ഭവനത്തിൽ ഇരുന്ന് ശക്തമായി ദൈവത്തെ പാടി സ്തുതിച്ച് ആരാധിക്കാനിടയാകണം. केवल कलीसिया के अंदर की आराधना नहीं, आपके घरों में भी जब आप बैठते हैं, आप सामर्थ के साथ में आराधना कीजिए. कोई भी बातें आपको रोक नहीं पाएगी. ശബ്ദമുയർത്തി യേശുവേ എന്ന് വിളിക്കാൻ തയ്യാറാകണം. ऊंची आवाज में यीशु को पुकारना आरंभ करें, आपके जीवन में चंगाई प्रकट होगी. ആൾക്കൂട്ടത്തിന്റെ ആരവാരവങ്ങൾക്കിടയിലും ആവശ്യക്കാരന്റെ ആവശ്യത്തെ തിരിച്ചറിയുന്നവനാണ് എന്റെ യേശു കർത്താവ്. चाहे कितनी भी भीड़ क्यों न हो, जितना भी कोलाहल क्यों न हो, लेकिन उसके बीच में आवश्यकता के साथ में यदि आप पुकारेंगे, आपकी पुकार को सुनकर आपके लिए रुकने वाला है यीशु. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച്, ഇത്രയും ആളുകൾ അവിടെ കൂടിയിട്ടുണ്ട്. बड़ी भीड़ वहां थी. അതിന്റെ നടുവിലല്ലേ ഈ ബർത്തിമായി യേശുവേ എന്ന് വിളിച്ചേ? उसके बीच में इसने यीशु को पुकारा. ആ ശബ്ദം ആ ആൾക്കൂട്ടത്തിന്റെ ബഹളത്തിൽ മുങ്ങിപ്പോകാൻ സാധ്യതയില്ലേ? ये आवाज उस भीड़ के कोलाहल में दब सकती है. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, लेकिन मैं आपसे कहूं, ആവശ്യക്കാരന്റെ ആവശ്യത്തെ എത്ര ആൾക്കൂട്ടത്തിന്റെ ബഹളമാണേലും എത്ര ആൾക്കൂട്ടത്തിന്റെ നടുവിലാണേലും തിരിച്ചറിയാൻ കഴിയുന്ന ഒരു യേശുവിനെയാണ് നമ്മൾ ആരാധിക്കുന്നത്. मैं आपसे कहना चाहूंगा, चाहे कितनी भी भीड़ क्यों न हो, कितना भी बड़ा कोलाहल क्यों न हो, लेकिन आपके अंदर एक आवश्यकता का एहसास आपको हो, और उस एहसास के द्वारा यदि आप पुकारेंगे, आपकी पुकार को वो अनसुनी नहीं करेगा और वो आपके लिए कार्य करेगा. അതുകൊണ്ട് ഇന്ന് പകൽ നാം ചിന്തിക്കരുത്, എന്നെ ആരും അറിയുന്നില്ല, എന്നെ ആരും കേൾക്കുന്നില്ല, എന്റെ ശബ്ദം ആരും കേൾക്കുന്നില്ലെന്ന് പറഞ്ഞ് മൗനമായിരിക്കാനല്ല, ഇതിന് നടുവിലും ശക്തിയോടെ ദൈവത്തെ ആരാധിപ്പാൻ നമുക്ക് കഴിയട്ടെ. നിന്റെ അടുക്കലേക്ക് ഇറങ്ങി വരുന്ന, നിന്റെ ശബ്ദം കേട്ട് നിൽക്കുന്ന ഒരു യേശു ഇന്നും നിനക്ക് വേണ്ടി ജീവിക്കുന്നുണ്ട്. मुझे और आपको समझना है कि मैं और आप यदि उसको पुकारेंगे, हमारी पुकार को सुनकर उत्तर आने वाला एक यीशु हमारे लिए आज यहाँ पर इस भवन में है. യേശുവിനെ അവൻ അത്യുച്ചത്തിൽ നിലവിളിക്കാനിടയായി. उसने यीशु को पुकारना आरंभ किया. നാലാമത്തെ കാര്യം, चौथी बात, ഇവന്റെ അവസരങ്ങളോട് ഒത്തിരി അവന് വെല്ലുവിളി ഉണ്ടായിരുന്നു. कई चुनौतियां इसके सामने थी. ഇല്ലേ, പലരോട് പറഞ്ഞു, എടാ മിണ്ടാതിരിക്കുക, कईयों ने उसको डांटा, चुप रहने ഇങ്ങനെ को बोला. ഉച്ചത്തിലൊന്നും വിളിക്കണ്ട, इतना जोर से मत बुला. യേശു വലിയ ആളാ, यीशु बड़ा व्यक्ति है, നീ ഒരു അന്ധനാ, तू एक अंधा है, നിനക്ക് അവന്റെ അടുക്ക് പോകാൻ യോഗ്യതയൊന്നുമില്ല, तू उसके पास नहीं जा सकता. പൂർണ്ണ ആരോഗ്യമുള്ള ഞങ്ങൾ പോകട്ടെ, हम जाएंगे, तू नहीं നീ जाएगा, അവിടെ മിണ്ടാതിരിക്കുക. तू चुप रह. ഇല്ലേ, പലരും അവനോട് നിരുത്സാഹപ്പെടുത്തി, कईयों ने उसे डांटा, പക്ഷേ അതൊന്നും ഇവൻ കാര്യമാക്കിയില്ല. लेकिन इसने परवाह नहीं की. എന്റെ നാലാമത്തെ ചിന്ത, चौथा बात, നമ്മുടെ ജീവിതത്തിൽ വരുന്ന വെല്ലുവിളികളെ നമ്മൾ കാര്യമാക്കരുത്. हमारे सामने चुनौतियां आएगी, निंदा प्रयास आएगा, लेकिन हमें उसकी परवाह नहीं करना है. നീ യേശുവിന്റെ അടുക്കൽ പോകുന്ന പലർക്കും ഇഷ്ടമല്ല. लोगों को पसंद नहीं आएगा तू यीशु के पास जाना. നിന്റെ സമൂഹത്തിലുള്ളവർക്കും കൂടെ ഉള്ളവർക്കും ബന്ധുമിത്രാദികൾക്കും ഒന്നും നീ യേശുവിനെ ആരാധിക്കുന്ന ഇഷ്ടമല്ല. तेरे समाज के लोग, तेरे परिवार के लोग शायद नहीं चाहेंगे तो पूरी रीति से यीशु के पीछे चले. ഇവിടെ ബർത്തിമായി യേശുവിന്റെ അടുക്കൽ നിലവിളിച്ചുകൊണ്ട് പോയപ്പോ പലരും അവനെ തടഞ്ഞെന്ന്. और बर्तिमाई को बहुतों ने डांटा, चुप हो जा. പക്ഷെ ബർത്തിമായിക്ക് ഒരു കാര്യം അറിയാം, ഈ നിരുത്സാഹപ്പെടുന്നവരും തടയുന്നവർക്കൊന്നും അവനെ സൗഖ്യമാക്കാൻ കഴിയില്ല. लेकिन बर्तिमाई को मालूम है, जो निंदा कर रहे हैं, जो डांट रहे हैं, जो प्रयास कर रहे हैं, ये में इनमें से कोई भी उसे चंगा नहीं कर सकता. അവനൊരു കാര്യം മനസ്സിലായി, എന്റെ വിടുതൽ എന്റെ യേശുവിന്റെ അടുത്ത് മാത്രമേ ഉള്ളൂ. वह समझ गया कि मेरा छुटकारा यीशु के पास में है. മിണ്ടാതിരിക്കാൻ പറയുന്നവരുടെ വാക്ക് കേട്ടാൽ ഇവൻ ആയുഷ്കാലം മുഴുവൻ അന്ധനായിട്ടിരിക്കോ. यदि लोगों की डांट के सामने वो चुप हो जाता तो जिंदगी भर अंधा बना रहता. പക്ഷേ യേശുവിന്റെ അടുക്കൽ ചെന്ന് ഇവന്റെ ജീവിതത്തിൽ സൗഖ്യം യേശു നൽകാനിടയായി. लेकिन यीशु के पास में जाने के द्वारा उसके जीवन में यीशु ने उसे चंगाई प्रदान. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വെല്ലുവിളികളെ കാര്യമാക്കരുത്, और इसलिए मैं कह रहा हूं, चुनौतियों को परवाह न करिए, പ്രതികൂലങ്ങളെ കാര്യമാക്കരുത്. विपरीत अवस्थाओं में डरिए मत.
നീ പള്ളിയിൽ പോകണ്ടെന്ന് പറയുന്നവരെ കാര്യമാക്കരുത്. लोग कहेंगे मीटिंग में मत जाना, लेकिन आपको कह रहे हैं नहीं मैं तो जाऊंगा. അവർക്കാർക്കും നിങ്ങളെ സഹായിക്കാൻ കഴിയില്ല. वे आपको डरा सकते हैं पर आपकी मदद नहीं कर पाएंगे. അവർക്കാർക്കും നിങ്ങളെ കരുതാൻ കഴിയില്ല. वे आपका ध्यान नहीं रख पाएंगे. നിങ്ങളെ കരുതാൻ കഴിവുള്ള ഒരുത്തനേ ഉള്ളൂ, നമ്മൾ ആരാധിക്കുന്ന യേശു കർത്താവാണ്. केवल एक ये जो हम जिसको हमारा ध्यान है वो है हमारा यीशु मसीह. നിന്റെ അഡ്രസ് മാറ്റുന്നവൻ യേശു കർത്താവാണ്. तेरे पते को केवल यीशु बदल सकता है. ഹല്ലേലൂയ. അന്ധൻ എന്നുള്ള ആ മേലെടുത്ത് മാറ്റാൻ കഴിവുള്ളവൻ യേശു മാത്രമാണ്. तेरे नाम के आगे जो अंधा लगा हुआ है उस अंधे को शीर्षक को केवल यीशु हटा सकता है. ഇന്ന് പകൽ നിങ്ങൾ ഇവിടെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിന് മാറ്റം വരുത്താൻ കഴിയുന്ന ഒരു വ്യക്തിയേ ഉള്ളൂ, നമ്മൾ ആരാധിക്കുന്ന യേശു കർത്താവ് മാത്രമാണ്. आपके जीवन में भी कोई बदलाव ला सकता है, केवल यीशु वो बदलाव ला सकता है. അവൻ ആ വെല്ലുവിളികളെ ഒന്നും കാര്യമാക്കിയില്ല. उसने उन चुनौतियों की परवाह नहीं की. ആമേൻ. അഞ്ചാമത്തെ കാര്യം, पांचवी बात, വെല്ലുവിളികൾ വന്നെങ്കിലും ഭൃത്യമായി തളർന്നു പോയില്ല. चुनौतियों के बीच में वो थका नहीं. നമ്മുടെ ജീവിതത്തിലും വെല്ലുവിളികൾ ഒത്തിരി വരാം, हमारे जीवन में चुनौतियां आएंगी, ഒത്തിരി പ്രതികൂലങ്ങൾ വരാം. विपरीत परिस्थितियां आएगी, പക്ഷെ അതിനകത്ത് തളർന്നു പോകരുത്. लेकिन हमें थकना नहीं है. ഭൃത്യമായിക്ക് വേണമെങ്കിൽ മിണ്ടാതിരിക്കാം. वर्तमान चुप हो सकता है. എല്ലാവരും പറഞ്ഞു ഞാന് അവിടെ പോകണ്ട, അവിടെ ഇരുന്നാ മതി എന്ന് വേണമെങ്കിൽ ചിന്തിക്കാം. सोच सकता था सबने मना कि अब मैं क्यों जाऊं, പക്ഷെ ഭൃത്യമായി തളർന്നു പോയില്ല. लेकिन वर्तमान निराश नहीं മിണ്ടാതിരിക്കാൻ എങ്ങനെ പറഞ്ഞു? അതിനേക്കാൾ ഡബിൾ മടങ്ങ് ശക്തിയോടെ അവൻ യേശുവിനെ വിളിച്ചു. हुआ. लोगों ने उसे चुप करना चाहा, लेकिन वो और जोर से वो चिल्लाने लगा. തളർന്നു പോകാഞ്ഞാൽ തക്ക സമയത്ത് നമുക്ക് കൊയ്യും. और वह थकित न होने के कारण उचित समय पर प्रभु का रास्ता उसके जीवन में മടുത്തു बना. പോകാഞ്ഞാൽ നാം തക്ക സമയത്ത് ഒരു കൊയ്ത്ത് നമുക്ക് ഉണ്ട്. प्रियो, यदि हम हिम्मत न हारेंगे तो सही समय पर उचित समय पर एक कटनी को हम काटने जा रहे हैं. പ്രതികൂലമാണ്, രോഗമാണ്, കഷ്ടതയാണെന്നും പറഞ്ഞ് ആരാധന മുടക്കി വീട്ടിലിരിക്കാൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. प्रियो, विपरीत अवस्थाएं है, माहौल खराब है, बीमारी है, ऐसे कई बहाने बनाकर प्रभु नहीं चाहता कि हम घर में बैठे. എത്ര രോഗമാണേലും കഷ്ടമാണേലും പ്രയാസമാണേലും വെല്ലുവിളികൾ ഉണ്ടായാലും ഇതിനകത്ത് ആരാധനയ്ക്ക് നാം കടന്നു വരണം. चाहे कितनी भी समस्या है, बीमारी है, हमें आराधना को नहीं छोड़ना है, प्रभु के भवन को हमें नहीं छोड़ना. ഇതിനകത്ത് നമുക്ക് വേണ്ട വിടുതലുണ്ട്. हमारा छुटकारा यहाँ है, ഇതിനകത്ത് നമുക്ക് വേണ്ട സമാധാനമുണ്ട്. हमारी चंगाई यहाँ है, ഇതിനകത്ത് നമുക്ക് വേണ്ടുന്ന സൗഖ്യമുണ്ട്. हमारा छुटकारा यहाँ है. നാം ആരാധന പ്രാർത്ഥന മുടക്കി വീട്ടിലിരുന്നാൽ അവിടെ ഒന്നും നടക്കത്തില്ല. यदि हम मीटिंग में न आकर घर में बैठेंगे छुटकारा नहीं मिलेगा. പക്ഷെ പ്രതിസന്ധികളെ വകവെക്കാതെ ആത്മാവിൽ ഉത്സാഹത്തോടെ വരുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ദൈവം അത്ഭുതങ്ങളെ ചെയ്യും. प्रियो, विपरीत अवस्थाओं के बीच में बिना थके नियमित प्रभु की आराधना करने वालों के जीवन में परमेश्वर का छुटकारा प्रकट होगा. കൃത്യമായി പ്രതികൂലങ്ങളെ വകവെച്ചില്ല. वर्तमान ने परवाह नहीं, അതിനകത്ത് തളർന്നു പോയില്ല. थका नहीं. ആറാമത്തെ ചിന്ത छठी बात അതിന് 49 വാക്യത്തിലുണ്ട്. 49वें पद में है, ഇങ്ങനെ വായിക്കുന്നു, वहां लिखा है, അവനെ വിളിപ്പീൻ, उससे बुलाओ, ധൈര്യപ്പെടുക, ढाढ़स बांध, എഴുന്നേൽക്ക, उठ, നിന്നെ വിളിക്കുന്നു എന്ന് പറഞ്ഞു. वह तुझे बुलाता है. തക്ക സമയത്ത് വിളി വന്നു. उचित समय पे पुकार आई ഇവന്റെ നിലവിളിയൊക്കെ കേട്ടതും യേശു തിരിഞ്ഞിട്ട് പറയുക, അവനെ വിളിക്ക. और इसने पुकारा, यीशु रुक गया और कह रहा उसको बुलाओ. നമ്മുടെ നിലവിളി യേശുവിന്റെ അടുക്കൽ എത്തിയാൽ മറുപടി വേഗത്തിൽ പുറപ്പെടും. हमारी पुकार यीशु के पास में पहुंचेगी, उत्तर तुरंत प्रकट होगा. നിലവിളി അവന്റെ കാതിൽ എത്തിയാൽ മറുപടി ഉറപ്പാ. हमारी पुकार पहुंचेगी, उत्तर मिलेगा. നിലവിളി എത്തിയതും യേശു പറഞ്ഞു, അവനെ വിളിക്ക. यीशु ने कहा उसे बुलाओ, യേശു അവന്റെ നിലവിളിക്ക് മുമ്പിൽ നിന്നു. और यीशु वहां पे रुक गया. കണ്ടോ, യേശുവിനെ പിടിച്ചു നിർത്തുന്ന നമ്മുടെ നിലവിളി. और हमारी पुकार के सामने यीशु रुक जाए. യേശുവിനെ പിടിച്ചു നിർത്തുന്ന നമ്മുടെ പ്രാർത്ഥന. और हमारी प्रार्थना यीशु को रोक देगी. നമ്മുടെ പ്രാർത്ഥനയെ നിസ്സാരമായി കാണരുത് കേട്ടോ. प्रार्थना को हल्का मत समझना, നമ്മുടെ പ്രാർത്ഥനയെ ചെറുതായി കാണരുത്. प्रार्थना को छोटा मत समझना. യേശുവിനെ പിടിച്ചു നിർത്തുന്ന നമ്മുടെ പ്രാർത്ഥന. हमारी प्रार्थना यीशु को रोक देती है. അതുകൊണ്ട് ശക്തമായി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന പോരാളികൾ ദൈവസഭയിൽ എഴുന്നേൽക്കണം. प्रभु के भवन में प्रार्थना योद्धा लोग उठ खड़े होने पर, ഇന്ന് പകൽ ആത്മാവിന്റെ ദൂത് ഞാൻ പറയാം, पवित्र आत्मा में एक नबूत करना चाहूं. നമ്മുടെ പ്രാർത്ഥനയിൽ യേശു നിൽക്കാൻ പോകുകയാ. हमारी प्रार्थनाओं को सुनकर यीशु रुकेगा कार्य करने के. ആത്മാർത്ഥമായി നിലവിളിക്കുന്ന കരയുന്ന ചില വ്യക്തികളുടെ ജീവിതത്തിൽ യേശു നിന്ന് മറുപടി നൽകാൻ പോകുകയാ. आंसुओं के साथ यदि मैं और आप उसको पुकारेंगे, वो हमारे लिए रुकेगा और अपने कार्य को हमारे जीवन में करेगा. യേശു നിന്നിട്ട് അവനോട് ചോദിക്കുക. और यीशु रुककर पूछता है. ഏഴാമത്തെ കാര്യം, सातवीं बात, യേശു ചോദിച്ചു, ഞാൻ നിനക്ക് എന്താ ചെയ്തു തരേണ്ടത്? तू क्या चाहता है कि मैं तेरे लिए करूं? അവൻ പറയുന്നു, എനിക്ക് കാഴ്ച വേണം. वो कहता है मैं देखने लगूं. ഇല്ലേ, അവന്റെ ആവശ്യം അവൻ യേശുവിനോട് പറയാ. उसकी आवश्यकता को उसने यीशु के सामने कहा. ഏഴാമത്തെ കാര്യം,
അവൻ सातवीं യേശുവിനോട് അവന്റെ ആവശ്യം പറഞ്ഞു. बात, अपनी आवश्यकता उसने यीशु के सामने रखी. നമ്മുടെ ആവശ്യം നമ്മൾ കർത്താവിനോട് പറയണോ? हमारी आवश्यकता हमें यीशु के सामने कहना है. പലരും പറയാറുണ്ട് കർത്താവിനോട് പറയൊന്നും വേണ്ട, കർത്താവ് എല്ലാം അറിയുന്നുണ്ടെന്നൊക്കെ പറയാറുണ്ട്. कई बार हम कहते हैं प्रभु जानता है, कहने की क्या जरूरत है. ഞാൻ ചോദിക്കട്ടെ, യേശുവിന് ഇവനെ കണ്ടപ്പോ കാര്യം പിടികിട്ടിയില്ലേ? यीशु ने उसे देखते ही मालूम पड़ गया होगा ना. അന്ധൻ എന്ന ആ വ്യക്തിയുടെ അല്ലെങ്കിൽ ആ ഒരു ഐഡന്റിറ്റി ഉള്ള വ്യക്തിയുടെ ജീവിതം കണ്ടാൽ അറിയാം ഇവൻ അന്ധനാണെന്ന്. और उसको देखते ही मालूम पड़ रहा था कि वो अंधा है. അല്ലേ? അവന്റെ മുഖം കണ്ടാൽ അറിയാം, അവന്റെ പുതപ്പ് കണ്ടാൽ അറിയാം, കയ്യിലെ പാത്രം കണ്ടാൽ അറിയാം അവന്റെ ആ ജീവിതത്തിൽ അവന് കാഴ്ചയില്ലെന്ന്. और उसके वस्त्र को देखकर, हाथ के बर्तन को देखकर कोई भी समझ जाएगा कि अंधा भिखारी है. പക്ഷേ യേശുവിനോട് അവൻ അവന്റെ ആവശ്യം പറയാ. लेकिन वो यीशु कह रहा है तेरी आवश्यकता क्या है. ഇവനെ വിളിപ്പീൻ എന്ന് യേശു പറഞ്ഞു. और ईश्वर को उसे बुलाओ. യേശു അവനെ വിളിച്ചപ്പോൾ തന്നെ ഇവൻ എന്ത് ചെയ്തെന്നറിയാമോ? പുതപ്പെല്ലാം കൂടെ വലിച്ചു കളഞ്ഞു. और जैसे ही यीशु ने बुलाया वो कपड़ा फेंक कर शीघ्र उठा അതെല്ലാം കൂടെ വലിച്ചു കളഞ്ഞിട്ട് അവൻ യേശുവിന്റെ അടുക്കേക്ക് വന്നു. और यीशु के पास आया. ഉള്ളതുപോലെ അവൻ യേശുവിനോട് പറഞ്ഞു, യേശുവേ എനിക്ക് കാഴ്ച പ്രാപിക്കണം. और उसने कहा प्रभु मुझे देखना है. ഉള്ള അവസ്ഥ അവൻ തുറന്നു പറയാൻ തയ്യാറായി. खुलकर वो बोलने के लिए तैयार हो गया. ഉള്ള കാര്യം അവൻ ഉള്ളതുപോലെ അങ്ങ് പറഞ്ഞു. जैसा है वैसा उसने खुल के बोला. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആവശ്യങ്ങൾ നമ്മൾ ദൈവത്തോട് പറയണം. हमारी आवश्यकता है हमें यीशु को कहना है. നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തോട് നമ്മൾ അറിയിക്കാൻ തയ്യാറാകണം. हमारी आवश्यकता है यीशु को बोलने के लिए तैयार അതിന് होना. നടുവിൽ യേശു അത്ഭുതങ്ങളെ ചെയ്യും. हमारा उत्तर यीशु हमें देगा. അതിന് നടുവിൽ യേശു അത്ഭുതങ്ങളെ പ്രവർത്തിക്കും. यीशु हमारे लिए कार्य करेगा. വചനം പറഞ്ഞു, ഒന്നിനെ കുറിച്ചും വിചാരപ്പെടാതെ നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കത്രേ വേണ്ടത്. किसी भी बात के लिए चिंता भी ना करे हुए तुम्हारी आवश्यकताओं को धन्यवाद के साथ परमेश्वर के सम्मुख पहुंचाया जाए. നിലവിളിച്ച ബർത്തിമായും യേശുവും മുഖാമുഖമായി നിൽക്കുക. आंसू बहाने वाला बर्तिमाई, पुकारने वाला बर्तिमाई यीशु के पास में खड़ा है. യേശുവിനോട് പറയാ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് यीशु പറഞ്ഞു. ने कहा चला जा, तेरे विश्वास ने तुझे चंगा कर നിന്റെ दिया. വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. तेरे विश्वास ने तुझे चंगा कर दिया. 7 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. 7 बातें मैंने बोली. ഈ കാര്യങ്ങളാണ് അവനെ സൗഖ്യത്തിലേക്ക് നയിച്ചത്. ये बातें उसके जीवन में चंगाई. യേശു നോക്കുമ്പോൾ അവനിൽ ശക്തമായി വിശ്വാസം കാണാൻ കഴിഞ്ഞു. उसमें विश्वास था. അതിലേക്ക് നയിക്കാനുള്ള 7 കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു. और उसके अंदर 7 बातें थी जिसने उस विश्वास ഒന്ന്, അവൻ യേശുവിനെ നന്നായി അറിഞ്ഞിരുന്നു. उसने यीशु को सही रीति से जाना था. നമ്മളും യേശുവിനെ നല്ലവണ്ണം അറിയുക. हमें भी यीशु को पहचानना. 2, യേശുവിൽ അവൻ വലിയ പ്രതീക്ഷ വെച്ചു. यीशु पर उसने अपनी आशा को केंद्रित किया. നമുക്കും യേശുവിൽ വലിയ പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. हमारी भी आशा उस पर केंद्रित होने पर. 3, അവൻ ലഭിച്ച അവസരം നന്നായി ഉപയോഗിച്ചു. जो अवसर मिला उस अवसर का इस्तेमाल किया. നമുക്ക് ലഭിക്കുന്ന അവസരങ്ങൾ നന്നായി നമ്മൾ ഉപയോഗിക്കണം. जो अवसर हमें मिलता है उसका इस्तेमाल करना. അവന്റെ അവസരങ്ങളോട് ഒത്തിരി പോരാട്ടം വന്നു, कई चुनौतियां आई, ഒത്തിരി വെല്ലുവിളികൾ വന്നു. कई विपरीत परिस्थितियां आई, പക്ഷെ അതൊന്നും അവൻ കാര്യമാക്കിയില്ല. लेकिन उसने परवाह नहीं. നമ്മുടെ ജീവിതത്തിലും വരുന്ന തടസ്സങ്ങളെ വെല്ലുവിളികളെ നമ്മൾ കാര്യമാക്കരുത്. हमारे सामने आने वाले चुनौतियों की हम परवाह ना करें. 5, വ്യക്തിമായി വെല്ലുവിളികളിൽ തളർന്നു പോയില്ല. वो थका नहीं. നമ്മളും പ്രതിസന്ധികളിൽ തളർന്നു പോകരുത്. हमें भी थकना नहीं. 6ാമത്തെ കാര്യം, തക്ക സമയത്ത് യേശു അവനെ വിളിച്ചു. उचित समय पर प्रभु ने उससे നിലവിളിക്കാൻ തയ്യാറാണെങ്കിൽ തക്ക സമയത്ത് യേശു നമ്മെ വിളിക്കും. यदि आप दुहाई देंगे सही समय पर वह बुलाएगा. നമ്മുടെ വിഷയങ്ങളെ അവൻ പരിഗണിക്കും. हमारे विषय पर वो कार्य करेगा. 7ാമത്തെ കാര്യം, യേശുവിന്റെ അടുക്കൽ വന്നപ്പോൾ അവൻ യേശുവിനോട് തന്റെ കാര്യം പറയുക. और यीशु के पास में आके खुल के वो बोल ഉള്ള കാര്യം ഉള്ളതുപോലെ പറഞ്ഞു. जैसा है वैसा बोला. കർത്താവ് പറയുന്നു, നിന്റെ വിശ്വാസം നിന്നെ प्रभु ने രക്ഷിച്ചിരിക്കുന്നു. कहा तेरे विश्वास നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. तेरे विश्वास ने तुझे चंगा किया. ഒരു നിമിഷം എല്ലാ കണ്ണുകളും അടയട്ടെ. अपनी आंखों को बंद करे. നമ്മുടെ ജീവിതത്തിൽ രൂപാന്തരം വരുത്താൻ കഴിയുന്ന യേശു ഇതിനകത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്. यीशु आज यहाँ है जो हमारे जीवन ഒരു നിമിഷം ശബ്ദം ഉയർത്തി ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. सभी लोग अपनी आवाज को उठाकर കൃത്യമായി പ്രാർത്ഥിച്ച പോലെ യേശുവേ എന്ന് ഉച്ചത്തിൽ വിളിച്ചാട്ടെ. वर्तमान के समान जोर से पुकारे यीशु. ഹല്ലേലൂയ. पुकारे पुकारे यीशु. യേശുവേ, 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 हे यीशु എന്നോട് കരുണ തോന്നണമേ. मुझ पर दया कर. എന്റെ ജീവിതത്തിന്റെ സാഹചര്യം ഇതാണ്. मेरी परिस्थितियां हैं. എന്നെ അറിയുന്നവർ ആരുമില്ല. कोई मुझे नहीं जानता. ഞാൻ ഒറ്റപ്പെട്ട് നിൽക്കുകയാണ്. मैं अकेला खड़ा हूँ. എന്റെ ശരീരത്തിൽ രോഗമുണ്ട്. मेरे शरीर में എന്റെ बीमारी है. ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ട്. मेरे जीवन में समस्या है. എന്റെ ജീവിതത്തിൽ പ്രതികൂലമുണ്ട്. विपरीत बातें हैं. ഞാൻ കഷ്ടം സഹിച്ച് മടുത്തിരിക്കുക. मैं थक गया हूँ. വളരെ പ്രതികൂലം എനിക്കുണ്ട്. सब कुछ खिलाफ है. ഇതിന് നടുവിൽ എന്നെ സഹായിക്കണമേ. मुझे मदद चाहिए. ഇന്ന് പകൽ ആര് നിലവിളിക്കോ? कौन पुकारेगा? നിന്നെ നന്നായി അറിയുന്ന യേശു ഉണ്ട്. आपको जानने वाला यीशु. നിന്നെ നന്നായി അറിയുന്ന ഒരു യേശു ഉണ്ട്. आपको समझने वाला यीशु. ഇന്ന് പകൽ സാന്നിധ്യം, ഓ ദൈവ സാന്നിധ്യം ചലിക്കട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, यीशु के आधिकारिक नाम में രോഗങ്ങൾ ഈ പകൽ സൗഖ്യമാകട്ടെ. बीमारों से चंगाई को पाई. രോഗത്തിന്റെ ആത്മാവ് സൗഖ്യമാകട്ടെ. बीमारी की आत्मा से चंगे हो രോഗ जाओ. സൗഖ്യം ഈ പകൽ കർത്താവ് നൽകട്ടെ. नया बल पा
जाइए। യേശുവിന്റെ നാമത്തിൽ ദുരാത്മ മണ്ഡലങ്ങൾ വിട്ടുമാറട്ടെ. यीशु के सामर्थ्य नाम में दुर्बलता जाने പൈശാചിക पाए, ആധിപത്യങ്ങൾ വിട്ടുമാറട്ടെ. नया बल आने पाए, കുടുംബങ്ങളെ കീഴടക്കുന്ന അസ്വസ്ഥതയുടെ മണ്ഡലങ്ങൾ हर വിട്ടുമാറട്ടെ. प्रकार की दुर्बलता जाने पाए, നിരാശപ്പെടുന്ന മണ്ഡലങ്ങൾ വിട്ടുമാറട്ടെ. निराशाएं जाने पाए, ദൈവശക്തിയുടെ വ്യാപാരം ഇതിനകത്ത് प्रभु का ഇറങ്ങി വരട്ടെ. सामर्थ्य यहाँ प्रकट होने पाए। റികാര ശമന ഹതര ജഗകരാധന രുദരാജലക ശംദൽകബരഗദരക സിയാദന വേ റിഗലക ശംദരാജലാദന വർത്തബരഗദരക ശംദൽകബരക സിയാദന ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഓ കരമടിച്ച് കർത്താവിന് സ്തോത്രം ചെയ്യുക. तालियां बजाकर आत्मा में आराधना करें। അടുത്തിരിക്കുന്ന ആരെയും നോക്കണ്ട. അടുത്തിരിക്കുന്ന ആരെയും നോക്കണ്ട. इधर उधर मत ഓ देखिए। നമുക്ക് കാര്യമുള്ളൂ ദൈവത്തോടാ. ओ हमारा जवाब हमें प्रभु से पाना है। നമുക്ക് കാര്യമുള്ളൂ ദൈവത്തോടാണ്. हमारा जवाब हमारे प्रभु ഈ से पाना है। ശബ്ദമുയർത്തി യേശുവേ, ऊंची आवाज में पुकारे यीशु, യേശുവേ. यीशु। ഇന്ന് മേൽ അവിടുത്തെ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചാട്ട് ऊंची आवाज में पुकारिए। യേശുവിന്റെ സാന്നിധ്യത്തിൽ ഇറങ്ങി വരുന്നു. उसकी उपस्थिति आपको ढूंढ के आ रही है। പകൽ രോഗികൾ സൗഖ്യമാകുന്നു. आपकी बीमारी को वो चंगा कर रहा है। വചനമയച്ച് യേശുവിനെ സൗഖ്യമാക്കുന്നു. यीशु आपको चंगा कर रहा है। വചനമയച്ച് യേശുവിനെ വീണ്ടെടുക്കുന്നു. वचन को भेज कर वो चंगा कर रहा യേശുവിനെ है। വിടുവിക്കുന്നു. यीशु आपको छुड़ा रहा ഓ है। ചില ബന്ധനങ്ങളെ കർത്താവ് ഇപ്പോൾ അഴിച്ചു മാറ്റുന്നു. यीशु कुछ बंधनों से आपको आजाद कर रहा ഓ है। റബ ശംദൽ ഖമനഗസിയാധന. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാ. मैं आपके लिए प्रार्थना करूं। പരിശുദ്ധ കർത്താവേ, സ്വർഗീയ പിതാവേ, परमेश्वर पिता, ഇന്ന് പകൽ വചനം കേട്ട ജനത്തിനായി പ്രാർത്ഥിക്കുന്നു. तमाम लोगों के लिए हम प्रार्थना करें। ബർത്തിമായുടെ ജീവിതത്തിൽ അങ്ങ് ചെയ്ത രൂപാന്തരത്തിന്റെ അനുഭവങ്ങൾ, बर्तिमाई के जीवन में जो कार्य आपने किए, 7 പടികളെ കുറിച്ച് ചിന്തിപ്പാനിടയായല്ലോ. प्रभु जी 7 बातें हमने सीखी। ഈ വചനം കേട്ടതുപോലെ जैसा हमने सुना, ആ വചനത്തിന്റെ ഓരോ ചിന്തകളും ഇവിടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യുവാൻ हर एक के जीवन में आप मदद कीजिए पिता, इन बातों को लागू करने। യേശുവിൽ വിശ്വസിച്ച് രക്ഷ പ്രാപിക്കുവാൻ, यीशु पर विश्वास करके उद्धार पाने, യേശുവിൽ വിശ്വസിച്ച് വിടുതൽ പ്രാപിക്കുവാൻ यीशु पर विश्वास करके ഈ ജനത്തെ छुटकारा അവിടുന്ന് पाने, സഹായിക്കണമേ. हर एक की मदद कीजिए। കർത്താനദാസൻ വർഗീസ് പാസ്റ്റർക്കായി സ്തോത്രം. प्रभु आपके दास के लिए धन्यवाद, ആന്റിക്കായി സ്തോത്രം. आंटी के लिए धन्यवाद, സന്തോഷ് പാസ്റ്റർക്കായി സ്തോത്രം. संतोष पास्टर के लिए ബ്ലസ്സി धन्यवाद, ആന്റിക്കായി സ്തോത്രം. ब्लेसी आंटी के लिए ഈ സഭയിലെ धन्यवाद, എല്ലാ വിശ്വാസികൾക്കായി സ്തോത്രം. हर एक विश्वासियों ഈ के लिए धन्यवाद, സ്ഥാപനത്തിനായി സ്തോത്രം. संस्था के लिए കർത്താവ് धन्यवाद। അനുഗ്രഹിക്കണമേ. प्रभु आशीष कीजिए। വചനത്തിൽ കൂടി ഞങ്ങൾ സംസാരിച്ചല്ലോ. आपने हमसे बातचीत കേട്ട की, വചനപ്രകാരം ജീവിപ്പാൻ जो सुना उसके आधार पर जीवन ഞങ്ങളെ बिताने के സഹായിക്കണമേ. लिए हमारी मदद की ഞങ്ങളെ അനുഗ്രഹിക്കണമേ. सहायता की। പ്രാർത്ഥന കേട്ടതിനായി നന്ദി. सुनने के लिए धन्यवाद, യേശുവിൻ നാമത്തിൽ തന്നെ यीशु के नाम में ആമേൻ. കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ.